हरे कृष्णा सर्वम कृष्णा अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन परेशन की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. വേറെ എന്താണ് വിശേഷം? നമസ്തേ. ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. ഞാൻ എൻ്റെ ഫ്ലാറ്റിലല്ല, ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ്. ഒരു ഷൂട്ട് സംബന്ധമായി വന്നതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം അവിടെ വരെ ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ലൈവ് എടുത്തതാണ്. പിന്നെ നമ്മുടെ ചന്ദ്രികമ്മ എനിക്ക് പേഴ്സണലി വിളിക്കൂട്ടാ, വിഷമിക്കണ്ട. ഗുരുവായൂരപ്പൻ്റെ പൊന്നുമാതാജിയോ, നിങ്ങളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് ഈ ഒരു സ്നേഹബന്ധത്തിൽ തന്നെ ഇങ്ങനെ പോകുന്നത് അല്ലേ. ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും തരും. എന്താ പറയുക, ഭഗവാന്റെ കാരുണ്യവും സ്നേഹവും എല്ലാം തരും. ഭഗവാനെ നമ്മൾ എത്രത്തോളം അടുത്ത് പോകുന്നു അത്രത്തോളം ഭഗവാൻ നമ്മുടെ അടുത്തും വരും, ഒരു സംശയവും ഇല്ല. പ്രീത മാതാജി നമസ്തേ. നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക കമൻസിലൂടെ കിട്ടുന്ന ആ ഒരു സുഖമല്ലേ, കഴിച്ചോ, എവിടെയാണ് മോളെ അല്ലെങ്കിൽ അമ്മൂസെ, ആ വിളിയൊക്കെ കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക ഒരുപാട് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര ബിസി ആണെങ്കിലും എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി ലൈവിലെത്തുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഭയങ്കര ടയർഡ് ആകുമ്പോഴാണ് കിടന്നുറങ്ങി പോകുന്നത്. സൺഡേസ് പൊതുവേ ഇപ്പം എന്താ പറയുക, വിജയലക്ഷ്മി മാതാജി സൺഡേസ് ഇന്ന് കുട്ടികൾക്കും കൂടെ ക്ലാസ് ഉണ്ടായിരുന്നു. അവരും നിങ്ങളെപ്പോലെ തന്നെയാണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്യും, കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യും. ഇന്ന് ഞാൻ ചോദിച്ചു ഗീത പഠിക്കണോ, മഹാഭാരതം പഠിക്കണോ, രാമായണം പഠിക്കണോ? ഉടനെ വേണ്ട, നമുക്ക് മഹാഭാരതം പഠിക്കാം എന്ന് പറഞ്ഞ് കുറേ നാളായി കാണാൻ കൊതിക്കുന്നു. തീർച്ചയായിട്ടും കാണാം അതുൽ, ഉറപ്പായിട്ടും കാണാം. നെക്സ്റ്റ് മന്ത് ഞാൻ ഗുരുവായൂർ വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം. ഞാൻ നമസ്തേ നകുൽ, ഉറപ്പായിട്ടും നമുക്ക് കാണാം. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മഹാഭാരതം മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ക്ലാസ് എടുത്തു തുടങ്ങി. അവർ നന്നായിട്ട് പഠിക്കുന്നു, എനിക്കതിൽ ഒരുപാട് സന്തോഷം. വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിച്ചോളൂ, ഇവിടെ റേഞ്ച് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം അവിടെ നല്ല മഴയാണല്ലേ, ഇവിടെ മഴയൊന്നുമില്ല. ചെന്നൈയിൽ നല്ല ചൂടാണ്. നെക്സ്റ്റ് മന്ത് ഞാൻ ഗുരുവായൂർ വരുന്നുണ്ട്, ഡേറ്റ് അറിയിക്കാം. ക്ഷീണം മാറിയോ? സൂപ്പർ. ത്രിവേണിയമ്മ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിക്കണ്ടേ എന്ത് പറ്റി മോളെ, പനിയാണോ എന്നൊക്കെ. ഒന്നുമില്ല, ട്രാവലിങ്ങിന്റെ ചെറിയൊരു ടയർഡ്നെസ് ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. ഗീതയിൽ ഇന്ന് പുതിയ അധ്യായമാണ്. പറയാൻ പറ്റൂ ലാസ്റ്റ് അധ്യായം ഏതായിരുന്നു? മജീദ് ഖാൻ അസ്സലാം വലൈക്കും. ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ്. നമ്മള് ഗീതയില് ഏതാണ് അധ്യായം എന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാതാജി ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകും, ഞങ്ങളിങ്ങനെ കേട്ടിരിക്കും, പിന്നെ മറന്നു പോകും. സാരല്ല. താങ്ക് യു പ്രീതമ്മ, താങ്ക് യു സോ മച്ച്. ഈ കമന്റ്സ് ഒക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും. എത്ര തിരക്കുണ്ടെങ്കിലും അയ്യോ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓടി എത്തിയിട്ട് ക്ലാസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതും. കാരണം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വലിയൊരാള്, നിങ്ങൾ ഒന്നും അറിയാത്ത കുട്ടികള്, അങ്ങനെയല്ല. നിങ്ങൾ കേൾക്കാനിരിക്കുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്, അപ്പോഴാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നത്, ഒപ്പം നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ രണ്ടുപേരും ഈക്വൽ ആണ്, ഇവിടെ ഒരു ഡിഫറൻസും ഇല്ല. അപ്പോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ലാസ്റ്റത്തെ ചാപ്റ്റർ ഏതായിരുന്നു, എന്താ ഇനി പഠിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഐഡിയ നോക്കട്ടെ, ആരാ ആദ്യം പറയുന്നു? ആർക്ക് ആദ്യം പറയാൻ പറ്റും എന്ന് ഞാൻ നോക്കട്ടെ. ഇനി അധ്യായം 9 എടുക്കണം. ഓക്കെ, 9ന്റെ പേരെന്താണ്? അച്ഛാ നമസ്തേ. 9ന്റെ പേരെന്താണ്? അധ്യായം 9ാമത്തെ അധ്യായത്തിന്റെ പേര് ശ്രീല പ്രഭുപാദർജിയുടെ ഗീത എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് എല്ലാവരും അയച്ചു തന്നിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. ത്രിവേണിയമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അമ്മ പേടിച്ച് കട്ട് ചെയ്തിട്ട് ഒറ്റ പോക്ക്. എന്താ അറിയോ, കണ്ടിട്ടില്ല അമ്മ, ഇന്ന് നോക്കാം അമ്മ, മെസ്സേജ് നോക്കാം, കുഴപ്പമില്ല, അത് അത്രയില്ല. എന്താ അറിയോ, ഞാൻ ലൈവ് എടുക്കുന്ന ഫോൺ ഇതാണല്ലോ. അപ്പൊ അമ്മ അറിയാതെ നമ്മുടെ ഗ്രൂപ്പിൽ കിടക്കുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ഓഡിയോ കോള് വിളിച്ചു. ഉടനെ അമ്മ എന്ത് ചെയ്തു എന്നറിയോ, വിളിച്ചപ്പോഴത്തേക്ക് കുറവാണോ, ഞാൻ നോക്കട്ടെ. നമ്മുടെ ഫോൺ ഏതാണ്ട് തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്, നോക്കട്ടെ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സാരല്ലേ മുരുകൻ പ്രഭു, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, അതാണ്. ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ ഫാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, മേ ബി അതായിരിക്കാം.
നാളെ വിളിക്കൂ ചന്ദ്രികാമ്മ, നാളെ വിളിക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് എടുക്കുന്ന ഫോണിൽ നമ്മുടെ ഗ്രൂപ്പിൽ കിടക്കുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ത്രിവേണിയമ്മ വേഗം അതിലേക്ക് എന്നെ വോയിസ് കോള് വിളിച്ചു. ഞാൻ ഉടനെ അമ്മ ഈ നമ്പറിൽ വിളിക്കല്ലേ അമ്മ, ഞാൻ ലൈവ് എടുക്കാൻ പോകുന്ന അമ്മ സോറി മോൾ എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം. പാവം ഞാൻ, അല്ല അമ്മ പറയൂ ഇപ്പൊ ലൈവ് ഇല്ല എന്നൊന്നും പറയുന്ന കേൾക്കാൻ അമ്മയ്ക്ക് സമയമില്ല. അമ്മ ഒരൊറ്റ ഓട്ടോടി. എനിക്ക് പാവം തോന്നിപ്പോയി. ഞാൻ സോറി പറയണമെന്ന് വിചാരിച്ചു. കാരണം അത് നമുക്ക് ലൈവ് എടുക്കുന്ന ഫോണല്ലേ, അതുകൊണ്ട്. കേൾക്കാം. ഓക്കെ വേണുമാഷെ, കേൾക്കാം. ഓക്കെ ആണല്ലേ, ശരി. അപ്പോ കറക്റ്റാണ് അമ്മ പറഞ്ഞത്. രാജവിദ്യ രാജഗുഹ്യയോഗം, ഇതാണ് നമ്മുടെ അധ്യായം 9. നമുക്ക് പതുക്കെ പോയാൽ മതി. നിങ്ങളുടെയും എന്റെയും എല്ലാം ജോലിയും തിരക്കും എല്ലാം നോക്കി പതുക്കെ നമ്മൾ പഠിച്ചു പോയാൽ മതി. നമുക്ക് ഒന്നും പെട്ടെന്ന് തീർക്കണം എന്നൊരു ധൃതിയും ഇല്ല. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ക്ലാസ് എടുത്തിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീല പ്രഭുപാദർജിയുടെ ഗീത, അതില് 9ാമത്തെ അധ്യായമാണ് രാജവിദ്യ രാജഗുഹ്യയോഗം. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941 93 42 49 41. ഗുരുവായൂർ മഞ്ജരീസുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ഒരു മെസ്സേജ് നൽകാം. ഞാൻ സമയം പോലെ നോക്കി അതിന് എത്രയും പെട്ടെന്ന് തന്നെ ആൻസർ തരുന്നതായിരിക്കും. പിന്നെ മഞ്ജരീസിന് ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അറിയാം. ബുക്സോ സാധനങ്ങളോ മറ്റെന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതിലേക്കൊരു മെസ്സേജ് ഇട്ട് തരിക. പിന്നെ നമുക്ക് സ്റ്റേ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. എത്രത്തോളം നിങ്ങൾ പ്രചരണത്തിന്റെ ഭാഗമാകുന്നോ അത്രത്തോളം ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഷെയറിങ് കുറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരുപാട് പേരിലേക്ക് നമ്മുടെ ശ്രീല പ്രഭുപാദ്ജിയുടെ ഗീത എത്തട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ പറയുന്നു. എന്താ പറയുന്നത്? ഇദം തൂതേ ഗുഹ്യമത്തമം പ്രവക്ഷ്യാമ്യാന സൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വ മോക്ഷസ്യ ശുഭാത് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ പറയുന്നു. എന്താ പറയുന്നത്? പ്രിയപ്പെട്ട അർജുന, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. പൊതുവേ നമ്മൾ സൗഹൃദ ബന്ധങ്ങളില് സമൂഹത്തില് നമ്മൾ കാണുന്നത് എന്താണ്? നല്ല 2 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരാൾ കുറച്ച് എന്താ പറയാ, അതെ റോഡ് പോലെ കിടക്കുക, ഒരാൾ കുറച്ചൊന്ന് ഉയർന്നു വരുമ്പോ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് അഷ്ടപതി ബുക്ക് ഉണ്ടമ്മ, ഗീതാ ഗോവിന്ദം എന്ന് പറയും, ഉണ്ട്. 30 രൂപയുടേതുണ്ട്, 160 രൂപയുടേതുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോ ഒരാള് കുറച്ചു ഉയരുമ്പം മറ്റൊരാള് ഒന്ന് അസൂയപ്പെടും, അല്ലെ? ഇതാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. കാരണം അസൂയ എന്ന് പറയുന്നത് ഭക്തിയില്ലാത്ത ഏത് മനസ്സുകളിലും ഉടലെടുക്കുന്ന ഒരു വൃത്തികെട്ട വികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, അല്ലെ? അതാണ് അസൂയ. അപ്പൊ ഇവിടെ ഭഗവാൻ എത്രത്തോളം ഉയർച്ചയിലാണോ, കാരണം അർജുനൻ ഭഗവാനെ എങ്ങനെ കാണുന്നു? സുഹൃത്തായിട്ട് കാണുന്നു, ഗുരുവായിട്ട് കാണുന്നു, സഹോദരനായിട്ട് കാണുന്നു. എല്ലാ അർത്ഥത്തിലും അർജുനൻ ഭഗവാനെ കാണുന്നത് കൊണ്ടാണ് അർജുനന് ഭഗവാൻ പറഞ്ഞ ഗീത സംശയമില്ലാതെ മനസ്സിലായത്. അപ്പൊ അതിൽ ഭഗവാൻ പറയാണ്, അർജുന നീ ഒരിക്കൽ പോലും എന്നില് എന്താ പറയാ, ഞാൻ മാക്സിമം വോളിയം വെച്ചു. ഇനി എൻ്റെ കയ്യിൽ മൈക്കില്ല, ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. നോക്കട്ടെ, നാളത്തേക്ക് ഞാനൊരു മൈക്ക് വാങ്ങിക്കാം. ഓക്കെ, മൈക്ക് എടുത്തിട്ടില്ല. നാളെ ഞാനൊരു മൈക്ക് വാങ്ങിക്കാം കേട്ടോ, ഉറപ്പായിട്ടും വാങ്ങിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വോളിയത്തിന്റെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ മൈക്ക് വാങ്ങിക്കാം. ഇപ്പൊ ഓൾമോസ്റ്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ഒത്തിരി ഇതില്ലല്ലോ അല്ലെ? നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് ഇട്ടാൽ നന്നായിരിക്കും. ഒരു ഹെഡ്സെറ്റ് ഒന്ന് ഇടുകയാണെങ്കിൽ, ആരെങ്കിലും കയ്യിൽ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടാൽ കുറച്ചും കൂടെ. അപ്പോ ഭഗവാൻ പറയുന്നു, അർജുന ഞാൻ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു തന്നതുകൊണ്ട്, നിന്നെ ഞാൻ അത്രയും കെയർ ചെയ്തതുകൊണ്ട്, നിനക്ക് ഒരുപാട് വഴികൾ ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായിരിക്കുന്ന ഈ ജ്ഞാനവും വിജ്ഞാനവും നിനക്ക് പഠിക്കാൻ പറ്റും. എപ്പോഴാണോ നമുക്കുള്ളിൽ മറ്റൊരാളോട് ഒരു അസൂയ തോന്നുന്നത്, ആ സമയം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഗ്രാഫ് താഴേക്കാണ്. മനസ്സിലായില്ലേ? ഒരിക്കൽ പോലും നമുക്ക് ഒരാളോടും അസൂയ വേണ്ട. ഓക്കെ അമ്മ, ഒരാളോടും ഒരു കാര്യത്തിലും അസൂയ വേണ്ട. ഓക്കെ ജയന്തി മാതാജി. കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് കിട്ടാനുള്ളത് എന്തോ അത് നമുക്ക് കിട്ടും.
ഇപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാരും വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ആയിരിക്കും, അത് എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയെന്ന് ഓർത്തിട്ട് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എന്താ, എനിക്ക് വരാനുള്ളത് എനിക്ക് വരും അല്ലെ, അവർക്ക് വരാനുള്ളത് അവർക്കും വരും. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയും ചെയ്യരുത്, മറ്റൊരാളുടെ താഴ്ചയിൽ നമ്മൾ അവരെ പരിഹസിക്കാനും പോകരുത്. അത് ഭക്തി എന്ന് പറയുന്ന രണ്ടക്ഷരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്കും ചേർന്ന ഒരു കാര്യമല്ല. അപ്പൊ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, നീ എന്നിൽ അസൂയപ്പെടാത്തത് കൊണ്ട് നിനക്ക് അതീവ രഹസ്യമായിരിക്കുന്ന ഈ ജ്ഞാനം, ഈ അറിവ്, അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അറിവെന്ന് പറയുന്നത് നമ്മുടെ ഭഗവത്ഗീതയിലുള്ള കാര്യങ്ങൾ, ഇത് എന്തായാലും നിനക്ക് മനസ്സിലാവുന്ന ഭഗവാൻ ഉറപ്പ് കൊടുക്കുകയാണ്. ഇതറിഞ്ഞാൽ നിനക്ക് ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് മുക്തനാവാൻ സാധിക്കും. കാരണം ഭഗവത്ഗീത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് മാത്രല്ല, എന്താണ്, നമുക്ക് എന്താണ് ജീവിതം, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഇതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് വയലൻസ് ആയിട്ട് ജീവിച്ച ആൾക്കാരുണ്ട് നമ്മളിൽ പലരും. ഈവൻ ഞാൻ പോലും ചിലപ്പോൾ ഒരു കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യപ്പെടും, എടുത്തു ചാടും. ഇതൊക്കെ ഉണ്ടായിരുന്ന നമ്മള് ഇന്ന് എത്രത്തോളം മാറി. നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട, നമ്മൾ നമ്മളോട് തന്നെ ഒരു അവലോകനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മാറിപ്പോയി അല്ലെ. രക്ഷിത സാറിന്റെ വീട്ടിന്റെ അടുത്താണോ? സൂപ്പർ സൂപ്പർ. രക്ഷിത നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് ഗുരുകുലത്തിലെ സ്റ്റുഡന്റ് ആണ്. മോൾക്ക് എന്താ പറയാ, ഇന്ന് രാമായണം പ്രശ്നോത്തരിയില് ഫസ്റ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു തന്നു, ബുക്സ് ഒക്കെ കിട്ടി അവർക്ക്. കുട്ടികൾ നല്ല സ്മാർട്ടാണ്. ലാസ്റ്റ് ക്ലാസ് വരെ രാമായണം പ്രശ്നോത്തരി ആയിരുന്നു ഞാൻ അവർക്ക് എടുത്തത്. അത് ഉപകാരപ്രദമായി എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം സർ. ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടില്ല, സാറിന് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം സർ. അപ്പോ നമുക്ക് എന്താന്ന് ഓർത്തു കഴിഞ്ഞാല് ആ ഒരു എന്താ പറയാ, ആ ഒരു ജീവിത പ്രശ്നങ്ങൾ അല്ലെ, നമ്മൾ ഒരുപാട് വയലൻസ് ആയിട്ട്, അല്ലെങ്കിൽ വയലൻസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സാഹചര്യമായിരിക്കും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതും പെട്ടെന്ന് കരയുന്നതും എല്ലാം നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഇന്ന് ഒരുപാട് മാറി. ആരെയും ബോധ്യപ്പെടുത്താനില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾക്ക് വന്ന ജീവിത മാറ്റങ്ങൾ എന്താന്നുള്ളത് അല്ലെ. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ എന്താ പറയാ, മാക്സിമം നമ്മൾ ചിരിച്ചുകൊണ്ട് സമ്മർദ്ദങ്ങളില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഗീത ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയുന്നില്ല. എനിക്കിപ്പോ വേണമെങ്കിൽ ഒരു 90% ആളുകൾ ഗീത എടുത്തു പോകുന്നത് പോലെ എനിക്ക് എടുത്തു പോകാൻ പറ്റും, പക്ഷെ അതിലൊരു അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി. നമ്മളെപ്പോഴും നമ്മളൊരു കുടുംബമായിട്ട് നിന്നുകൊണ്ട് ഗീത പഠിക്കുക, മഹാഭാരതം പഠിക്കുക, നമ്മൾ ആ ഒരു കൃഷ്ണ കോൺഷ്യസ്നെസ്സിലെ കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ഒരു രീതിയുണ്ട്. ആരും വലുതുമല്ല, ആരും ചെറുതുമല്ല, ആരും ഉള്ളവനുമല്ല, ആരും ഇല്ലാത്തവരുമല്ല. നമ്മൾ ഒരു ഫാമിലിയാണ്. ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്നത് ഏത് സമയത്തും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും നമ്മൾക്ക് ഒരുപോലെയുള്ള ഒരു ഷാഡോ, നമ്മളുടെ കൂടെയുള്ള ഒരു നിഴലാണ് അല്ലെ. അതാണ് നമുക്ക് മഞ്ജരീസിൽ നിന്ന് നമ്മൾ ഇത്രയും 4 വർഷം കൊണ്ട് നമ്മളെല്ലാവരും ഇത്രത്തോളം അടുത്ത്, മാനസികമായിട്ട് ഇത്രയും അടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ മെസ്സേജ് നോക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നത് ചില തിരക്കുകൾ കൊണ്ടാണ്, എങ്കിലും നമ്മളൊരു മനസ്സായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില് ഭഗവാൻ പറയുന്ന ആ ആപ്തവാക്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ആത്മാവ് കേട്ടുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം. ഇല്ലെങ്കിൽ ഒരു മീൻകറി ഇല്ലാതെ ഒരാഴ്ച ചോറുണ്ടാന്ന് പറയുന്നത് നടക്കാത്ത ആളുകൾ ഇന്ന് എത്ര പേര് വെജിറ്റേറിയനായി ആലോചിച്ച് നോക്കൂ. അയ്യോ മീനോ പറ്റൂല, എനിക്ക് വേണ്ട. നമ്മുടെ മുമ്പിൽ ഇരുന്ന ഒരാൾ നോൺ വെജ് കഴിച്ചാൽ പോലും നമ്മുടെ മനസ്സിളകാത്ത അത്രയും നമ്മൾ മാറി. അതെന്തുകൊണ്ടാ? ഭഗവാന്റെ ആ കൃപാകടാക്ഷം നമ്മളിലേക്ക് വന്നതുകൊണ്ടാണ്. ഒരു ഭക്തൻ ഭഗവാനെ കുറിച്ച് എത്രത്തോളം കേൾക്കുന്നോ അത്രയേറെ ആ വ്യക്തി ബോധവാനായി മാറുന്ന പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് ഭഗവാനെ കുറിച്ച് എത്രത്തോളം കേൾക്കുന്നോ അത്രയും ആ വ്യക്തിക്ക് ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ആ വ്യക്തിയിൽ ഒരു നല്ല എന്ത് പറയുന്നു, ഒരു അവബോധം ഉണ്ടാവുകയാണ്. ഭഗവാൻ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എന്ന് പറയുന്നത്. ശ്രവണത്തിനാണ് അവിടെ ഫസ്റ്റ്. ശ്രവണം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ക്ലാസ്സുകൾ, നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ്, ഇതൊക്കെയാണ് ശ്രവണം എന്ന് പറയുന്നത്. ഈ ശ്രവണത്തിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ശ്രവണത്തിൽ നിന്നാണ്. അപ്പോ ഭാഗവതത്തില് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈറ്റിൽ. ഭഗവാൻ പ്രത്യക്ഷ സ്വരൂപനായിട്ട് ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അപ്പൊ ആ ശ്രീമദ് ഭാഗവതത്തില് ഈ ഒരു വിഷയം
ഒരു വല്ലാതെ നമ്മളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഭഗവത് സന്ദേശങ്ങളിൽ, ഭഗവാനെ കുറിച്ചുള്ള സന്ദേശങ്ങളില് കണക്കറ്റ ശക്തികൾ ഉൾക്കൊള്ളുന്നു. ഭഗവാനെ കുറിച്ച് നമ്മൾ എവിടെ പറയുകയാണെങ്കിലും അവിടെ നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്ത അത്രയും ശക്തികള് ഭഗവാന്റെ ആ വാക്കുകളിൽ, സന്ദേശങ്ങളിലുണ്ട്. ഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് കൊണ്ട് ഈ വൈഭവങ്ങളെല്ലാം തന്നെ ലഭിക്കും. നമ്മൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നു, നിങ്ങൾ കമന്റ്സ് ഇടുന്നു. അപ്പൊ രണ്ടു കൂട്ടരും ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തില് ഭഗവാന്റെ ഈ ഒരു ശക്തി അത് നമ്മൾക്കും അനുഭവിക്കാൻ സാധിക്കും. വിദ്യാ വിചക്ഷണന്മാരുടെയോ ഊഹാപോഹ തൽപരരുടെയോ സംഘത്താൽ ഇത് സാധ്യമല്ല. ഒരുപാട് പഠിച്ച ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇതങ്ങനെയാണ്, അതിങ്ങനെയാണ്, അതങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഊഹാപോഹം നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഇവരുടെ കൂട്ടത്തിൽ പോയിട്ടാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതെങ്കിൽ അത് വേസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് നടപടിയാവില്ല. നല്ല ഭക്തർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ കേൾവിക്കാരായിട്ട് ഒത്തിരി ക്ഷമയോടെ ഇരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കും അല്ലെ. നമ്മുടെ ക്ലാസ്സിലൊക്കെ 2.5 മണിക്കൂർ ക്ലാസ് എടുത്താൽ 2.5 മണിക്കൂർ പോകണം നമുക്കറിയില്ല. കാരണം എന്താ? അങ്ങനെ ഇരുന്ന് കേട്ടുപോകും. അത് ഭഗവാന്റെ ഒരു കാരുണ്യം കേൾക്കുന്ന വ്യക്തിയിലും പറയുന്ന വ്യക്തിയിലും ഒരുപോലെ ഉള്ളത് കൊണ്ടാണ്. പറയുന്ന ആളിൽ കൂടുതലും കേൾക്കുന്ന ആളിൽ കുറവുമല്ല. കേൾക്കുന്ന വ്യക്തിയിലും പറയുന്ന വ്യക്തിയിലും ഈക്വൽ ആയിട്ട് ഭഗവാന്റെ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് ആ വൈഭവം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ വൈഭവം നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാന്റെ ആ ഒരു സ്നേഹം അത് നമ്മളിൽ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ആധികാരികമായ മനസ്സ് നമുക്കുണ്ടാവണം. അതില്ല എങ്കിൽ നമുക്കൊരിക്കലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഈ ഊഹാപോഹങ്ങൾ സംസാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. കാരണം ഇത് സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനമാണ്. ഭഗവാനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉറപ്പിച്ച സാക്ഷാത്കരിക്കപ്പെട്ട സത്യമായിരിക്കുന്ന വാക്കുകളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഹൃദയം ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു വെമ്പലോടുകൂടി തയ്യാറായിരിക്കണം. ഊഹാപോഹങ്ങളിൽ ഭഗവാൻ ഉണ്ടോ ഇല്ലേ, ഉണ്ടോ ഇല്ലേ, ഈ സെൻട്രൽ പോയിന്റിൽ നിന്നുകൊണ്ട് ഭഗവാനെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ അദ്ദേഹമുണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അല്പം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. അതേപോലെ ഒരല്പം വിശ്വാസം മതി ഭഗവാനോട്. നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഭഗവാന് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, ഭഗവാന് നമ്മൾ എന്ത് കൊടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതല്ല, കൊടുക്കുന്ന മനസ്സാണ് ഭഗവാൻ ഇമ്പോർട്ടന്റ് അല്ലെ. ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ജ്യോത്സ്യന്മാര് പറയും, ഒരു പാൽപ്പായസം കഴിച്ചോളൂ, കാര്യം റെഡി. ഭഗവാൻ എന്താ പാൽപ്പായസം കിട്ടാതിരിക്കുകയാണോ? അഖില കോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഒരു പാൽപ്പായസത്തിൽ എന്തിരിക്കുന്നു? ഒരിക്കലും ഇല്ല. അർപ്പണ ബോധത്തോടു കൂടി നമ്മൾ ഭഗവാന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രസൻസ് ആണത് അവിടെ വരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ചെന്നിട്ട് നമ്മൾ ഭഗവാന്റെ സമക്ഷം നിന്നുകൊണ്ട് ഭഗവാനെ വന്ന ദുരിതങ്ങൾ തീർത്തു തരണേ എന്ന് പറയുമ്പോൾ ദുരിതം തീർക്കല്ല ഭഗവാൻ ചെയ്യുന്നത്. നീ ഈ നടകേറി വന്നല്ലോ എന്ന ഭഗവാന്റെ ആ ഒരു സ്നേഹം, നമ്മളാ എത്തിപ്പെടാൻ ഭഗവാൻ കാത്തിരുന്ന ആ നിമിഷം, അതിനെയാണ് വാല്യൂ ഉള്ളത്. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ ഭഗവാന് നമ്മൾ കൊടുക്കുന്ന 100 രൂപയുടെ പാൽപ്പായസത്തിനല്ല ഭഗവാൻ അവിടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ആരുടെങ്കിലും കയ്യിൽ കൊടുത്തു സമർപ്പിച്ചാലും ശരിയാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെല്ലുക, അദ്ദേഹത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നും അങ്ങേ വന്ന് തൊഴാനുള്ള അനുഗ്രഹം നൽകണേ കൃഷ്ണ എന്നൊരു നാമം മാത്രം മതി. കൊടുക്കുന്ന സ്വർണങ്ങളോ പണങ്ങളോ വൈരങ്ങളോ ഒന്നും ഭഗവാൻ ആവശ്യമില്ല. കാരണം എന്താ? സമസ്തവും ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ വശസ്ഥാനത്താ ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. അങ്ങനെയാ ലക്ഷ്മി ദേവി തന്നെ ഭാര്യയായിരിക്കുമ്പോ പിന്നെ ഭഗവാൻ എന്തിനാ നമ്മുടെ സ്വത്തും സമ്പാദ്യവും പണമൊക്കെ? ഒന്നും വേണ്ട, നമ്മൾ ആ നടയിലൊന്ന് ചെന്നാ മതി. അതാണ് നമ്മൾ പറയുന്നത്, ഇത് സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനമാണ്, ഉറപ്പിച്ചിട്ടുള്ള അറിവാണ്. ഭക്തന്മാർ സദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതരായിരിക്കണം. എപ്പോഴും ഭഗവാന്റെ എന്തെങ്കിലുമൊക്കെ സേവനം നമ്മൾ ചെയ്യണം. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സേവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ പലർക്കും എത്തിച്ചു കൊടുക്കുക. ജീവിതം മടുത്ത് വെറുത്ത് ഇനി എന്ത് എന്ന് ചോദിക്കുന്ന അവസരത്തിലായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ക്ലാസ് അവരിലേക്ക് എത്തുന്നത്. എങ്കിൽ 1-2 ദിവസം ഗുരുവായൂർ പോയിരിക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം അവിടെ രക്ഷപ്പെടുകയാണ് അല്ലെ. ആ ഒരു ജീവാത്മാവ് അവിടെ രക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ ഒരാളെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രക്ഷപ്പെടാൻ ഒരു അവസരം അത് നമ്മുടെ ക്ലാസ്സുകളിലൂടെ കൊടുക്കുമ്പോൾ അത് ഭഗവാന്റെ വലിയൊരു സേവനമാണ്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെ മനോഭാവവും ആത്മാർത്ഥതയും ഭഗവാൻ അറിയുന്നത് കൊണ്ട് ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ
തന്നെക്കുറിച്ചുള്ള ശാസ്ത്രം മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി അവർക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. ആലോചിച്ച് നോക്കിക്കേ, എന്താണ് ഈ ഓരോ കൃഷ്ണാവബോധത്തോടെ ഭഗവാനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഒരു നാമത്തോടുകൂടി നമ്മൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഓരോ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, നോൺ വെജ് ഇല്ല, ഉള്ളിയില്ല, വെളുത്തുള്ളിയില്ല, സവാളയില്ല, ചായ ഇല്ല, കാപ്പിയില്ല, അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന എല്ലാ നിയമപരമായിരിക്കുന്ന ഭഗവാന്റെ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവിച്ചിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഭഗവാന്റെ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെ മനോഭാവവും, അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെ മനസ്സും ആത്മാർത്ഥതയും എല്ലാം ആരറിയുന്നു? ഭഗവാൻ കൃഷ്ണൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ, ഭഗവാനെ കുറിച്ച് പറയുന്ന ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ ഭഗവാനെ കുറിച്ചുള്ള ശാസ്ത്രം, നമ്മളിപ്പോ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന എന്തുകൊണ്ടാണ്? ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ ഭഗവാനെ കുറിച്ച് പറയുമ്പോഴുള്ള ആ ശാസ്ത്രം, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി അവർക്ക് ഭഗവാൻ തന്നെ നൽകുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്. കൃഷ്ണനെ കുറിച്ചുള്ള സംവാദം പ്രഭാവപൂർണമത്രേ. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഭയങ്കര പ്രഭാവലയമാണ്. ഒരു ഭയങ്കര വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയൂ, എന്തൊരു വെളിച്ചം എന്ന് പറയും. അതിനേക്കാൾ കോടി മടങ്ങ് പ്രഭയോടുകൂടിയുള്ളതാണ് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്നത്. അതിനവസരം കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. ഭഗവാനെ കുറിച്ച് പറയാൻ അവസരം കിട്ടുന്നവരും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അവസരം കിട്ടുന്നവരും മഹാഭാഗ്യവാൻ. താൻ നേടിയ ജ്ഞാനത്തെ, അതായത് നമ്മൾ നേടി വെച്ചിരിക്കുന്ന ഈ അറിവിനെ ശരിക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആധ്യാത്മിക സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ മുന്നേറും. നമുക്ക് ആധ്യാത്മികതയിലേക്കാണ് മുന്നേറേണ്ടത്. ഭൗതികമായിട്ട് സ്വത്തും പണവും പ്രശസ്തിയും പേരും എല്ലാം ചേർത്ത് വെച്ചിട്ട് നാളെ രാവിലെ ഇതെല്ലാം അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉറപ്പും ഇല്ല, അല്ലെ? ജനിച്ച സമയം നമുക്ക് രേഖപ്പെടുത്താം, മരണസമയം നമുക്ക് രേഖപ്പെടുത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാവും, നമ്മൾക്കിനി എന്തെല്ലാം ഉണ്ടാവും, ഇതൊന്നും നമ്മൾക്ക് അറിഞ്ഞൂടാ. ഈ അവസരത്തിൽ ഭൗതികമായിട്ട് നമുക്ക് ഉയരേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം എന്താ, ഈ കാലങ്ങൾ അത്രയും നമ്മൾ ജീവിച്ചു. നമ്മൾ ഓരോ ദിവസവും ടെൻഷൻ അടിച്ചും ഓരോന്ന് പിടിച്ചും ചെയ്തും ഓരോ ദിവസം തള്ളി നീക്കി നമ്മൾ ജീവിച്ചു. ഒന്നും നമുക്ക് നാളെ എങ്ങനെ കഴിയും എന്നുള്ള ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും എന്തായി? ഭഗവാൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടേയിരുന്നു. ആ ഭഗവാൻ എന്താ പറയുന്നത്? ഉറപ്പായിട്ടും യോഗം ക്ഷേമം വഹാമ്യഹ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നിന്റെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കിക്കോളും. ഭഗവാൻ ഉറപ്പ് തരുന്നുണ്ട്. ഭഗവാൻ കള്ളം പറയോ? ഒരിക്കലും പറയില്ല. അപ്പൊ ഭഗവാൻ ഉറപ്പായിട്ടും നമ്മുടെ യോഗവും ക്ഷേമവും ഭഗവാൻ നോക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കാര്യങ്ങളിൽ നമ്മൾ ആത്മസമർപ്പണം ചെയ്യുക. ഭഗവാനെ, എനിക്ക് അങ്ങയെ പ്രതി നോൺ വെജ് വേണ്ട, എനിക്ക് അങ്ങയെ പ്രതി ഇന്ന കാര്യങ്ങൾ വേണ്ട, ഏകാദശി ഞാൻ മുടക്കില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒരു ഡോക്ടർ പറയുന്നു നിങ്ങൾ ഇത് കഴിക്കരുത്, പഞ്ചസാര കഴിക്കരുത്, പപ്പടം കഴിക്കരുത്, നിങ്ങൾ ഇത് കഴിക്കരുത്, നമ്മൾ കൃത്യമായിട്ട് അത് അനുസരിക്കും, അല്ലെ? എന്നാൽ ഭഗവാൻ ഗീതയിൽ പറയുന്നു നിങ്ങൾ നോൺ വെജ് ഉപേക്ഷിക്കൂ. എന്തുകൊണ്ട് ഭഗവാന്റെ വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല? ഭഗവാന്റെ വാക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു ഡോക്ടറെ വാക്ക് കേൾക്കാം. എന്നാൽ ഈ ഡോക്ടർ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പറയും ഇനി എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നു. അപ്പൊ ഓടി ഗുരുവായൂരമ്പലത്തിലേക്ക്, ഭഗവാനെ മഹാമൃത്യുഞ്ജയ ഹോമം, ഭഗവാനെ മറ്റേ എന്താ പറയാ ഉണ്ടമാല, തിരുമുടിമാല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടും. എന്തിനങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാക്കി? ഭഗവാൻ പറയുന്നത് കേൾക്കൂ. ഭഗവാന്റെ വാക്കാണ് അവസാന വാക്ക്, അല്ലെ? ഹരേ കൃഷ്ണ എന്ന നാമത്തിൽ സർവ്വതും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് മാത്രം മതി കൃഷ്ണ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാൻ നമുക്ക് ഒപ്പം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക്, നമ്മുടെ ആത്മാവ് എന്തിന് ഈ ഭൂമിയിൽ വന്നു, എന്തിന് ഈ ശരീരം സ്വീകരിച്ചു, എന്തിന് ഇത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ഇനിയും ഈ ദുഃഖങ്ങൾ അനുഭവിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമുക്ക് കാണിച്ചു തരും. പ്രബലമായിരിക്കുന്ന തന്റെ സേവന കർമ്മത്തിൽ കൂടുതൽ ഉന്നത പദങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇങ്ങനെ പ്രബലമായിരിക്കുന്ന നമ്മുടെ ഈ ഒരു ജീവിത യാത്രയില് ഉന്നതമായ ഒരു സ്ഥാനത്തെത്തുവാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ പ്രേരിപ്പിക്കുകയാണ്, അല്ലെ? ഭഗവാൻ പറയുന്നു, അർജുന, നീ വന്ന് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ നീ കാണുന്നത് മുഴുവൻ നിന്റെ കുടുംബങ്ങളെയാണ്, നിന്റെ ഗുരുക്കന്മാരെ, നിന്റെ സഹോദരങ്ങളെ, നിന്റെ സുഹൃത്തുക്കളെ. ഇതിൽ വ്യത്യസ്തനായിട്ട് അന്യനായിട്ട് ആരും തന്നെ ഇല്ല പാർത്ഥ. നീ കണ്ണു തുറന്നു നോക്ക്.
എല്ലാവരും നിന്റെ ബന്ധുമിത്രാദികൾ. ഇത് തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത്. ഇതേപോലെ ഒരു കുരുക്ഷേത്ര യുദ്ധമാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? നമുക്ക് പുറത്തുനിന്ന് ശത്രുക്കളില്ല, നമുക്കുള്ളത് വീട്ടിന്റെ അകത്ത് തന്നെയാണ്. നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികൾ, നമ്മളോട് തോളോടൊപ്പം ചേർന്ന് നടന്നവര്, നമ്മുടെ കൂടെ പറന്നവര്, നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഇവര് മാത്രമേ നമുക്ക് ശത്രുക്കളായിട്ടുള്ളൂ. ഇത് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തത് അർജുനന്. മനസ്സിലായില്ലേ? ഇത് പാർത്ഥന് കാണിച്ചു കൊടുത്തല്ല, നമ്മളെ പോലെയുള്ള വിഡ്ഢികൾക്ക് കാണിച്ചു തന്നതാ. ശത്രു പുറത്തല്ല, ശത്രു അകത്താണെന്ന് ഭഗവാൻ ഓർമ്മപ്പെടുത്തി തന്നതാണ്. അപ്പൊ പറയുന്നു ഭഗവാൻ, ഇവരെ കുറിച്ച് നീ എന്തിനു വ്യാകുലതപ്പെടുന്നു, നീ എന്തിനു വിഷമിക്കുന്നു? അവരൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അർജുന, ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാവും. കാരണം എന്താ? ഇന്നലെ ഇവരൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചവരായിരുന്നു, ഇന്ന് ഇവരൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇവര് നാളെ ഉണ്ട് അർജുന. കാരണം ഇവർ ചെയ്ത കർമ്മം വെച്ചിട്ട് അവർ ഇനി നാളെ വീണ്ടും ജനിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നീ അവരെ മരണത്തെ കുറിച്ച് ചിന്തിക്കണ്ട, നീ നിന്റെ കർമ്മം ചെയ്യൂ പാർത്ഥ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മളെയും ഭഗവാൻ എന്താണ്, കർമ്മം ചെയ്തിട്ട് ഒരു ഉന്നതമായ പദവിയിൽ എത്താൻ വേണ്ടി നമ്മളെയും പ്രേരിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തില് ഈ കാര്യത്തിന് ഒരു ആമുഖം ഭഗവാൻ പറയുന്നുണ്ട്. 2-3 അധ്യായത്തില് ആധ്യാത്മിക ജ്ഞാനം വളരെ രഹസ്യമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം എന്താ? ഗീത മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഭഗവാന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമർപ്പണം ചെയ്യണം, എങ്കിലേ നമുക്ക് ഗീത മനസ്സിലാവും. കാരണം എന്താ? ഈ ഗീത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് എന്താണ്, ആധ്യാത്മികമായിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അതീവ രഹസ്യവുമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഭഗവാന് മനസാ വാച കർമ്മണ പ്രവൃത്തിയിലും എല്ലാം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ സമർപ്പണം ചെയ്താൽ മാത്രമേ ഭഗവത്ഗീത നമുക്ക് മനസ്സിലാവൂ. 7-8 വിശേഷിച്ച് നമ്മൾ 7-8 അധ്യായം പഠിച്ചപ്പോൾ അതില് ഭക്തി സേവനത്തോട് ബന്ധപ്പെട്ടത് എന്താണ് ഭക്തി സേവനം, എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൃഷ്ണാവബോധത്തെ പറ്റി, അതായത് ഭഗവാൻ എന്താണെന്നുള്ള ഒരു അവബോധത്തെ പറ്റി അറിവ് നൽകുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്, അല്ലെ? അത് രഹസ്യം എന്ന് തന്നെ നമുക്ക് പറയാം, പൂർണ്ണമായ രഹസ്യമാണ്. 9-ാം അധ്യായത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? കലർപ്പറ്റ ഭക്തിയാണ്. ഇവിടെ കലർപ്പില്ലാത്തൊരു ഭക്തി. ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുന്നു, നെറ്റിയിൽ ചന്ദനം തൊടുന്നു, തിരിച്ചു വന്നിട്ട് ഒരാൾക്ക് ഒരു കൈ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടില്ലേ, പിന്നെ എന്ത് ഭക്തി? വാ നിറച്ച് തെറി പറയുന്നു, എന്ത് ഭക്തി? ഒന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ല, വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് ഭക്തി? ഒരാൾ വളരുന്നതിൽ അസൂയ തോന്നുന്നു, ഇതിനെ ഭക്തി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഡെയിലി അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴ്മയിൽ ജീവിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക, സഹിക്കുക, ഒരാളോടും വിരോധമില്ല, വിദ്വേഷമില്ല, സർവം കൃഷ്ണാർപ്പണമസ്തു. നല്ലത് നടന്നാലും ചീത്ത നടന്നാലും എല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, ജീവിച്ചു പോട്ടെ, ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു, നാളെ കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞു, അല്ലെ? ജീവിച്ച് തീർക്കുക, ഭഗവാൻ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസത്തോടു കൂടി പോകുന്നതാണ് കലർപ്പറ്റ ഭക്തി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അതീവ രഹസ്യം എന്ന് പറയുന്നത്. കൃഷ്ണനെ പറ്റി അതീവ രഹസ്യമായിരിക്കുന്ന ഈ അറിവ് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ്? ഇന്ദ്രിയാതീതനായി തീരുന്ന പറയുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ പിന്നെ കളയും. 1-2 ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ മതി, അത്ര തന്നെ. ഇനിയിപ്പം നമുക്ക് നാവിന് രുചിയുള്ള ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നാവിന് രുചിയുള്ളത് കിട്ടിയാലേ കഴിക്കൂ എന്ന നമ്മുടെ ആ ഒരു വാശിയൊക്കെ നമുക്ക് മാറിക്കിട്ടും കൃഷ്ണാവബോധത്തിൽ വന്നാല്, അല്ലെ? നമ്മള് എന്താ പറയാ, എന്തുണ്ടോ വിശപ്പിന് അത് മതി, അല്ലെങ്കിൽ നമുക്ക് ഇതന്നെ കിട്ടണം എന്നുള്ള നാവിന്റെ രുചിയെ നമ്മൾ നിയന്ത്രിക്കും. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ വന്നാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് സമയം കളയണം, എനിക്ക് ഈ വക തലവേദനകൾ കേൾക്കണ്ട എന്ന മനോഭാവത്തിലേക്ക് മാറിയിട്ട് എന്നോട് ഇതൊന്നും പറയണ്ട എന്ന ഭാവത്തിൽ വരും. കിട്ടിയ സമയം വല്ല വിഷ്ണു സഹസ്രനാമോ നാരായണനാമോ ജപിച്ചിരുന്നാൽ ഭഗവാനെ അങ്ങയുടെ സമക്ഷത്തിൽ അങ്ങയുടെ പാതാര വിന്ദങ്ങളിൽ അഭയം തേടാം, വെറുതെ സമയം കളയണ്ട എന്ന ബോധത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി ജയിച്ചവരെയാണ് നമ്മൾ ഗോസ്വാമിമാരെന്ന് പറയുന്നത്. അവർക്ക് എന്താണ്? കാറ്റ് വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പരാതികളില്ല. ഒരിക്കലും നമുക്ക് പരാതിയില്ല. പരാതിയില്ലാതെയുള്ള ആ ജീവിതത്തെ, ഇന്ദ്രിയങ്ങളെ ജയിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായി കൃഷ്ണാവബോധത്തിലായി. അവർക്ക് എന്താ ഉണ്ടാവുക? ഭൗതിക ക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഭൂമിയിൽ അവർക്ക് പരാതികളില്ല, ഭൗതികമായിരിക്കുന്ന ഒരു ദുഃഖങ്ങളും ഇല്ല. ആര് വിട്ടിട്ട് പോയാലും ആര് വിടാണ്ട് പോയാലും നമുക്ക് പ്രശ്നമില്ല, ഭഗവാനുണ്ട്. കൂടെ നിൽക്കുന്നവർ ചതിച്ചാലും സാരമില്ല, ഭഗവാനുണ്ട്, അദ്ദേഹം നോക്കും. എന്തോ നമുക്ക് ശരിയല്ലാത്ത സാഹചര്യം, അതിൽ നിന്ന് ഭഗവാൻ നമ്മളെ മാറ്റി, അല്ലെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യക്തികൾ, നമ്മളെ കൂടെ അവർ നിന്നാൽ എന്തേലും പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഭഗവാൻ അത് മാറ്റിച്ചു എന്ന ചിന്തയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് കടന്നു വരും. പ്രേമയുത ഭക്തി സേവനം ചെയ്യാൻ നിർവാജ്യമായി ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ഭൗതിക ജീവിതത്തിന്റെ പരിമിതികൾക്കുള്ളിലായിരിക്കും, അല്ലെ? നമുക്ക് എല്ലാവർക്കും
ഭൗതികമായിരിക്കുന്ന ജീവിതത്തിന്റെ പരിമിതികൾ ഒരുപാടുണ്ട്. ഒരു 6 മണിക്ക് ശേഷം പോകാൻ പറ്റില്ല, അല്ലെ ഗുരുവായൂരൊന്ന് നമ്മുടെ ഒരു ഫംഗ്ഷൻ വെച്ചു, അയ്യോ ഇവിടുന്ന് അമ്മായിയമ്മ സമ്മതിക്കണം, അമ്മായിയപ്പൻ സമ്മതിക്കണം, ഭർത്താവ് സമ്മതിക്കണം, അല്ലെ എനിക്കൊന്ന് സ്വസ്ഥമായി അവിടെ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഭൗതിക പരിമിതികൾക്കുള്ളിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പ്രേമയുത ഭക്തി സേവനം ചെയ്യാൻ നിർവാച്യമായിട്ട് യാതൊരു വിധത്തിലുള്ള ഇതും ഇല്ലാതെ അനുഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ എപ്പോഴും ഭൗതികമായിരിക്കുന്ന പരിമിതികൾക്കുള്ളിലേക്ക്, ഈ ഭൗതിക പരിമിതിയും വിട്ടിട്ട് ഇല്ല എനിക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ സേവനം ചെയ്യുമെന്ന് മനസ്സാൽ ഉറപ്പിച്ചാൽ നമ്മുടെ 10 ക്ലാസ് എടുത്ത് 10 പേർക്ക് അയച്ചു കൊടുക്കാം. വലിയ സേവനമാണ്. ഈ ക്ലാസ് 10 പേരിലേക്ക് ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഭഗവാനെ കുറിച്ച് അറിയുന്നു. അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ഒരു നോളേജ് കിട്ടുമ്പോൾ അവരുടെ ചിന്തകളിൽ ബോധമണ്ഡലത്തിൽ ഭഗവാൻ കയറുകയാണ്, അല്ലെ? ബോധമണ്ഡലത്തിലേക്ക് ഭഗവാൻ എത്തിക്കഴിഞ്ഞാൽ നിസ്സംശയേന അവരും നാരായണ നാമം ജപിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ജീവാത്മാവിനെ ഈ ഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ഭൗതിക സേവനം നമുക്ക് മറ്റൊന്നുമില്ല, അല്ലെ? ഭൗതികതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും. ആ സേവനം നമ്മളെ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തും. നമ്മളിലേക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം വരും. നമ്മൾ കാരണം ഒരാൾ നാരായണ നാമം ജപിക്കുകയാണെങ്കിൽ ഈ ജന്മത്തിൽ പിന്നെന്താ ഇത്രയും വലുതായിട്ടുള്ളത്? അതിനേക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ല. എങ്കിലും അയാളെ മുക്തൻ എന്ന് കരുതാമെന്ന് ഭക്തിരസാമൃത സിന്ധു പറയുന്നുണ്ട്. അങ്ങനെ ഭൗതികമായിരിക്കുന്ന കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട് അവർ ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി മുക്താത്മാവാണ് എന്ന് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ മുക്തനാണെന്ന് ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യണമെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോയി ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരിക്കലും കാവിയിട്ടുകൊണ്ട് ചെയ്യണമെന്നില്ല, കല്യാണം കഴിക്കാതെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാവിധ ഭൗതിക ജീവിതങ്ങളിലും പോകാൻ മുന്നോട്ട് കൃഷ്ണാവബോധത്തോടെ പോകണം. അല്ലാണ്ട് നല്ലോണം ഇറച്ചി മീനൊക്കെ തിന്ന് മദ്യപിച്ച് അങ്ങനെ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഭഗവാന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് ജപിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് സത്സംഗങ്ങൾ കേട്ടുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി മറ്റൊരാൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായ കൃഷ്ണാവബോധത്തിലുള്ള ഭഗവാന്റെ ഭക്തിയുത സേവനമായി. ആ വ്യക്തി ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭക്തിരസാമൃത സിന്ധുവിലും പറയുന്നുണ്ട്. ഈ 1-ാമത്തെ ശ്ലോകത്തിന് ഒരുപാട് സവിശേഷതയുണ്ട്. എന്താണ്? ഇതം ജ്ഞാനം. ഇതം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ അറിവ് എന്നതുകൊണ്ട് ശുദ്ധമായിരിക്കുന്ന ഒരു ഭക്തിയുത സേവനത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശുദ്ധമായിരിക്കുന്ന ഒരു ഭക്തിയുത സേവനം 9 വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സേവനം എന്ന് പറയുന്നത്. നന്നായിട്ട് കേട്ടോളൂ. 9 വിധത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളണം ഒരു ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ. എന്താണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. എന്താണ്? 9 വിധത്തിലുള്ള സേവനങ്ങളാ പറയുന്നത്. എന്തൊക്കെയാണ്? ശ്രവണം, കേൾക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, നന്നായി കേൾക്കുക, നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാന്റെ കാര്യങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു വെക്കുക, ശ്രവണം. കീർത്തനം, അദ്ദേഹത്തിന്റെ നാമങ്ങൾ ജപിക്കുക, നാരായണ നാരായണ. ഇതല്ലേ നാരദൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും വലിയ ഭക്തനല്ലേ? അദ്ദേഹത്തിന്റെ നാമം സദാ ജപിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതികളും അസൂയക്കളും കാര്യങ്ങളും ആവശ്യമില്ലാത്ത വേർഡ്സും എല്ലാം എടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് നാരായണ 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 നാരായണ. ഇത് മതി. ജപിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വായിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം നാരായണ നാമം, വിഷ്ണു സഹസ്രനാമം, എന്തെല്ലാം കീർത്തനങ്ങള്, സ്മരണം. ഒന്നുമില്ല, കിടന്നുറങ്ങുകയാണെങ്കിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പാദസേവനം, അതിൽ നിന്ന് നമുക്ക് ഭഗവാന് സേവനം ചെയ്യാൻ തോന്നും, ഇല്ലേ? നമ്മൾ എത്ര ക്ലാസ് എടുക്കുന്നു, എത്ര ഷെയർ ചെയ്യുന്നു, ഭഗവാനെ കുറിച്ച് എത്ര പേരോട് പറയുന്നു, നമ്മളെ കുടുംബത്തിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പോയി 2 ദിവസം ഭജന ഇരിക്കുക, മനസ്സൊന്ന് ശരിയാക്ക്, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഇസ്കോൺ ടെമ്പിൾ വിസിറ്റ് ചെയ്യ്, ഏകാദശി എടുക്ക്, ഈ നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യൂ, ചായ കാപ്പി ഉള്ളി വെളുത്തുള്ളി സ്റ്റോപ്പ് ചെയ്യൂ, ഭഗവാനെ കുറിച്ച് സ്മരിക്കൂ. ഇത്രയും മതി പാദസേവനം എന്ന് പറയാൻ. ഭഗവാന്റെ ഭക്തർക്ക് സേവനം ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പാദസേവനം എന്ന് പറയുന്നത്. പിന്നെന്താ? അർച്ചനം. നമ്മൾ ഭഗവാന് അർച്ചിക്കുക, അദ്ദേഹത്തെ സ്മരിക്കുക, അർച്ചിക്കുക, വന്ദിക്കുക ഭഗവാനെ. അതുപോലെ ദാസ്യം, ഭഗവാന്റെ ഭക്തർക്ക് എപ്പോഴും ദാസ്യമായിട്ട് നിൽക്കുക. നമ്മള് ഭഗവാൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ഭക്ത ഹൃദയത്തിലാണ് ഭഗവാൻ ഉള്ളത്, അല്ലെ?
ഒരിക്കലും ഭഗവാൻ വലിയ വലിയ കൊട്ടാരങ്ങളിലല്ല, ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. സഖ്യം ആത്മനിവേദനം. നമ്മളിപ്പം ഇത്രയും പല പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ, ആഫ്രിക്കയിലും അമേരിക്കയിലും UK-യിലും അവിടെ ഇവിടെ ഇന്ത്യയിലും അങ്ങനെ വേണ്ട ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്നത്. ഈ സഖ്യം ചേരൽ ഭഗവാന്റെ ഭക്തരുടെ ഒരു വലിയ കൂട്ടായ്മ അല്ലെ. ആ ഒരു സഖ്യം ചേർന്ന് നമ്മൾ ഗെറ്റ് ടുഗദർ ഒക്കെ ആഘോഷിക്കുമ്പോൾ എത്ര മനോഹരമാണ് ഭഗവാനെ കുറിച്ച് പറയാൻ. നമ്മൾ ഏത് വലിയ ഫംഗ്ഷന് പോയാലും കിട്ടാത്ത ഒരു സന്തോഷം, പരസ്പരം കണ്ടില്ലെങ്കിലും അവിടെ വെച്ച് നമ്മൾ കാണുമ്പം സ്വന്തം സഹോദരത്തെക്കാൾ വലിയ മൂല്യമുള്ള ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് നമ്മൾ മാറുകയാണ് അല്ലെ. എന്നിട്ടോ ആത്മനിവേദനം, നമ്മൾ സ്വയം ഭഗവാന് നിവേദിക്കപ്പെടുകയാണ്. നമ്മുടെ മനസ്സും ശരീരവും വാക്കും പ്രവൃത്തിയും ചിന്തയും നമ്മുടെ ജീവിതവും എല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ 9 കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണാവബോധത്തിൽ നമുക്ക് ഉയരാൻ പറ്റും. എന്താണ് 9 കാര്യം എന്ന് പറയുന്നത്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അങ്ങനെ 9 കാര്യങ്ങളിലൂടെ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഈ 9 കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഭക്തൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാന്ന് നമ്മുടെ 9-ാം അധ്യായത്തിൽ ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. പിന്നെയോ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർന്നിരിക്കും. ആ ജീവാത്മാവ് ഈ ഭൗതിക തലത്തിൽ നിന്ന് ആധ്യാത്മിക തലത്തിലേക്ക് ഉറപ്പായിട്ടും ഉയർന്നിരിക്കും. അങ്ങനെ ഹൃദയത്തിലെ കൽമഷങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞ ഒരാൾക്ക് ഭഗവാന്റെ ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുമ്പോ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോ ഒരു 10 പ്രാവശ്യം ഈ ഗീത വായിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഭഗവാൻ പറയുന്നത് അർജുനനോട്, പാർത്ഥ നീ എന്നെ സുഹൃത്തായിട്ട് കാണുന്നു, ഗുരുവായിട്ട് കാണുന്നു, നീ എന്നെ നല്ലൊരു ബ്രദറായിട്ട് കാണുന്നു. അങ്ങനെ എല്ലാ തലത്തിലും അർജുനൻ ആരാണ്? ഭഗവാന് കീഴ്വഴങ്ങാണ് അല്ലെ. അതേസമയം മനുഷ്യന്മാരുടെ ലോകത്തിലേക്ക് വരികയാണെങ്കിലോ ഇവനാരും എന്നെ പഠിപ്പിക്കാൻ, ഇവനേക്കാൾ അറിവ് എനിക്കുണ്ട് എന്ന തോന്നലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉയരാൻ സാധിക്കില്ല. പക്ഷേ പാർത്ഥൻ എങ്ങനെയാണോ കൃഷ്ണന് കീഴ്പ്പെട്ടിരിക്കുന്നത് അതേപോലെ നമ്മളും ഭഗവാനെ കീഴ്പ്പെടുകയാണെങ്കിൽ ഭഗവാന്റെ ആ ഒരു അതീന്ദ്രിയ ജ്ഞാനം അല്ലെങ്കിൽ അതീവ രഹസ്യമായിരിക്കുന്ന ഗീത എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ജീവസത്ത ഭൗതികമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായില്ല ഈ ഒരു ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്നു അല്ലെ. നമ്മൾ ഈ ഭൂമിയിൽ ഒരു എന്താ പറയാ, ഒരു അമ്മയ്ക്ക് ഒരു പ്രഗ്നന്റ് ആവുന്നു, നമ്മൾ ജനിക്കുന്നു, നമുക്കൊരു ശരീരം കിട്ടുന്നു, നമ്മൾ പിന്നെ ഭൗതികമായിട്ട് ഇങ്ങനെ ഉയരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല ലൈഫ്. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ലൈഫ് ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു ട്രാവലിങ്ങിലാണ് അല്ലെ. നമ്മുടെ ആത്മാവ്, നമ്മുടെ സോൾ ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു ബോഡി എടുത്തു, ഇനി നമ്മൾ പോണം, തിരിച്ചു പോണം. നമ്മുടെ എയിം എന്ന് പറയുന്നത് എവിടെയാണ്? ഗോലോകമാണ്. അവിടെ എത്തണമെങ്കിൽ ജപം വേണം. കാശ് മാത്രം പോരാ, ജപം വേണം നമുക്ക് അല്ലെ. ജപം വേണം. കൃത്യമായ ഒരു നിഷ്ഠയുള്ള ലൈഫ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റൂ. ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ ആരംഭമാണ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അത് ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഈ ശരീരമല്ല എന്ന ബോധം ഒരാളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് അറിയണം. നമ്മൾ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതും ആധ്യാത്മികമായി പ്രവർത്തിക്കുന്നതും എന്താണ്, ഇതിന്റെ വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഭഗവാന്റെ വിഭൂതികൾ, വ്യത്യസ്തമായിരിക്കുന്ന ശക്തികൾ, അധോമ പ്രകൃതികൾ, അതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഈ പ്രകൃതി എന്താണ്, ഭഗവാന്റെ ശക്തി എന്താണ്, ആന്തരിക ശക്തി എന്താണ്, മായ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഈ അധ്യായത്തിൽ നമുക്ക് ഭഗവത് വൈവിധ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അനസൂയാവാഹേ എന്ന് പറയുന്ന ഈ ഒരു പദ്യത്തിലെ സംസ്കൃതമായിരിക്കുന്ന ഈ വാക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം എന്താ, എത്ര തന്നെ നമ്മൾ ഉയർന്നാലും അത്രത്തോളം നമ്മൾ താഴുമ്പോഴേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ, അതായത് എല്ലാത്തിനും മുകളിൽ ദ സുപ്രീം ലോർഡ്, അത് ഭഗവാൻ കൃഷ്ണനാണ് എന്ന അവബോധമാണ് ഓരോ ഭക്തന്റെയും ഉള്ളിൽ ഉണ്ടാവേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്താണ്, ഭഗവാനോടൊരു വലിയൊരു അറ്റാച്ച്മെന്റ് നമുക്ക് കിട്ടും. ഈ അറ്റാച്ച്മെന്റ് നമ്മളെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമ്മളത് സോൾവ് ചെയ്തിരിക്കും. എന്ത് വിഷയം വന്നോട്ടെ, ഗുരുവായൂരപ്പ എന്നൊരു പ്രാർത്ഥനയിൽ അദ്ദേഹം സമീപസ്ഥനാണ്. അദ്ദേഹം വന്നാൽ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? മനുഷ്യനിലല്ല നമുക്ക് വിശ്വാസം, നമുക്ക് വിശ്വാസം ഭഗവാനിലാണ്. കാരണം മനുഷ്യനെ എപ്പോ വേണമെങ്കിലും ചതിക്കും, പക്ഷെ ഭഗവാൻ ഒരിക്കലും ചതിക്കില്ല. ഭഗവാനെ എന്ന് ഹൃദയം തുറന്ന് വിളിച്ചാൽ ആ കൃഷ്ണൻ അവിടെ വന്നിരിക്കും. അതേത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ഭഗവാൻ വന്നിരിക്കും. രാജവിദ്യ രാജഗുഹ്യ പവിത്രമിതമുത്തമം പ്രത്യക്ഷാവകം ധർമ്മം സുസുഖം കർത്തവ്യമയം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്?
ഈ ജ്ഞാനം രാജവിദ്യയാണ്. നമ്മൾ രാജവിദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് രാജവിദ്യയാണ്. മനസ്സിലായില്ലേ? രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ്, ഏറ്റവും പവിത്രവുമാണ് ഭഗവാന്റെ കാര്യങ്ങൾ. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകാത്തത് കൊണ്ട് ധർമ്മത്തിൽ പരിപൂർണമായിരിക്കുകയാണ്, ശാശ്വതവും സന്തോഷത്തോടു കൂടി ചെയ്യുന്നതുമാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമാണ്, ബാക്കിയെല്ലാം നമുക്ക് നശ്വരമാണ്. ഈ ഭൂമിയും നമ്മൾ ഈ കാണുന്നതും നമ്മുടെ ശരീരവും നമ്മുടെ എല്ലാം നശ്വരമാണ്. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്നതും ഭഗവാന്റെ വാക്കെന്ന് പറയുന്നതും 100% ശാശ്വതമാണ്. അതൊരിക്കലും മാറ്റമില്ലാതെ തുടരും. മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ എല്ലാ സിദ്ധാന്തങ്ങളായാലും തത്വചിന്തകളായാലും എല്ലാത്തിൻ്റെയും ഒരു ചുരുക്കം, നമ്മൾ 8 അധ്യായങ്ങൾ പഠിച്ചില്ലേ, ഈ 8 അധ്യായങ്ങളുടെയും ഒരു ചുരുക്കമാണ് ഈ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത്. ഇതിലാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്താണ്, ഭഗവാൻ എന്താണ് എന്നുള്ളതിനെ നമ്മൾ ആത്മാവ് കൊണ്ട് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. അത് പവിത്രമായിരിക്കുന്നതാണ്, രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്. ഒപ്പം തന്നെ പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തമവ്യയം. അത് പ്രത്യക്ഷമാണ്. ഭഗവാന്റെ ഓരോ ലീലകളും നമുക്കിങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. നമ്മളൊരു പ്രശ്നത്തിൽപ്പെട്ട് കൃഷ്ണ എന്നൊന്ന് വിളിച്ചു നോക്ക്, നമ്മുടെ തൊട്ടടുത്ത് ഭഗവാൻ വന്ന് നിൽക്കും. അത് ഏത് രൂപത്തിൽ, ആരുടെ രൂപത്തിൽ, എങ്ങനെ, ഏത് രീതിയിൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഭഗവാന്റെ ഭക്തരെ വഞ്ചിക്കാൻ ഒരാളെ കൊണ്ടും ഭഗവാൻ അനുവദിക്കില്ല. നമ്മുടെ കൂടെ നിന്ന് ഒരാൾ ഒരു തെറ്റ് ചെയ്തു നോക്ക്, അത് നമ്മുടെ കണ്ണിൽ ഭഗവാൻ കാണിച്ചിരും. അതങ്ങനെയാണ്. ഇനി ഒന്നും കണ്ടില്ലെങ്കിൽ ഭഗവാൻ സ്വപ്നത്തിലെങ്കിലും കാണിച്ചിരും, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വേണ്ട 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 വേണ്ട. ഇതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത്. മനസ്സിലായില്ലേ? ഗൗതമൻ, കണാഥൻ, കപിലൻ, യാജ്ഞവൽക്യൻ, ഷാഡ്ലിയൻ, വൈശ്വാനരൻ എന്നിവരൊക്കെ വേദാന്ത സൂത്രക്കാരനായിരിക്കുന്ന വ്യാസമുനിയും ഭാരതത്തിലെ പ്രമുഖ തത്വജ്ഞാനികളാണ്. നമ്മൾ കാണുന്ന കുറെ സ്വാമിമാരുണ്ട്, അവരൊന്നുമല്ല. ഇവരൊക്കെയാണ് യഥാർത്ഥമായിട്ടുള്ള ഭഗവാന്റെ ഭക്തരെന്ന് പറയുന്നത്. തത്വചിന്തയ്ക്കോ അതീന്ദ്രിയമായിരിക്കുന്ന ഒരു ജ്ഞാനത്തിനോ ഒന്നും കുറവില്ല. ഒരുപാട് തത്വചിന്തകളുണ്ട്, ഒരുപാട് എന്താ പറയാ ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ എടുക്കേണ്ടത് എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ഒരു അതീന്ദ്രമായിരിക്കുന്ന ഒരു അറിവാണ്. അങ്ങനെയുള്ള എല്ലാ തത്വസംഹിതങ്ങളെയും വേദങ്ങളെയും ഒക്കെ സൂക്ഷ്മമായ രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് ജ്ഞാനത്തിന്റെ കാമ്പ്, അതായത് ഇതേക്കുറിച്ചൊക്കെ ശരിക്ക് പഠിച്ച് നമ്മൾ ഭഗവാൻ എന്താണ്, കൃഷ്ണൻ എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് രാജവിദ്യയായി മാറിയെന്ന് ഭഗവാൻ സ്വയം ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ഭഗവാനെ കുറിച്ചുള്ള അതീന്ദ്രമായിരിക്കുന്ന ഒരു അറിവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ രാജവിദ്യ എന്ന് പറയും. അതിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ മറ്റൊരു അറിവും ഈ ലോകത്തിലില്ല. ആത്മാവും ശരീരവും എന്താണെന്നുള്ള വ്യത്യാസം അത് പഠിച്ചു കഴിഞ്ഞാൽ അതീന്ദ്രിയ ജ്ഞാനമാണ്, അത് അതീവ രഹസ്യവുമാണ്. ഈ രാജവിദ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവത് സേവനമാണ്. ശരീരം എന്താണ്, ആത്മാവ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കൃഷ്ണനോട് അടുക്കാം. കൃഷ്ണനോട് അടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് എന്താ? ഭഗവാന്റെ സേവനമാണ്. നമ്മൾ ശരീരത്തെ കുറിച്ച് ബോധവാന്മാരല്ല, നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പോകാനുള്ളവരാണ്. കിട്ടിയിരിക്കുന്ന ചെറിയ സമയം ഭഗവാന്റെ സേവനം ചെയ്യുന്നു, ജീവിക്കുന്നു, ആരോടും ഒരു പരാതിയില്ല, നമുക്കൊരു മാനസികമായിരിക്കുന്ന കഷ്ടങ്ങളും ഇല്ല. ഇതെല്ലാം കർമ്മഫലം കൊണ്ട് അനുഭവിക്കുന്നു എന്ന ബോധത്തിലേക്ക് നമ്മൾ വന്നാൽ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമുക്കുണ്ടാവുന്ന ഒരു കഷ്ടങ്ങളും ഒരു ഭൗതികമായിരിക്കുന്ന ദുഃഖങ്ങളും നമ്മളെ അലട്ടുന്നില്ല. സാധാരണയായിട്ട് ജനങ്ങൾക്ക് ഈ ഒരു രഹസ്യജ്ഞാനം അത് നമുക്ക് മനസ്സിലാവില്ല, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അവരിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും ഓരോരോ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ട്. പ്രത്യക്ഷ ജ്ഞാനമേ അവർക്ക് കിട്ടുന്നുള്ളൂ, അല്ലെ? നമുക്ക് ചുറ്റുപാട് എന്തുണ്ട് ഇത് മാത്രമേ അവർക്ക് അറിയൂ. സാധാരണ വിദ്യാഭ്യാസത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു രാജ്യതന്ത്രം, സാമൂഹ്യശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, സാങ്കേതിക വിദ്യ, ഇങ്ങനെ ഒരുപാട് അറിവുകളുണ്ട്. കുറെ PhD, കുറെ BSc, കുറെ MTech, ഇതൊക്കെ പഠിച്ചിട്ട് അവസാനം എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുനീര് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. പഠിച്ചു, 5 ശമ്പളം വാങ്ങിച്ചു, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, സമ്പാദ്യമുണ്ട്, സമാധാനം ഉണ്ടോ? ഇല്ല. എന്നാൽ ഇതൊന്നും ചെയ്തിട്ടില്ലേ കൃഷ്ണ എന്ന നാമം വിളിക്കുന്നവന് മനസമാധാനമുണ്ട്. അവനോട് ആരും എന്ത് ചെയ്താലും അവന് പരാതിയില്ല. പരാതി ഉള്ളിടത്താണ് എന്തുള്ളത്? ബുദ്ധിമുട്ടുകൾ ഉള്ളത്. പരാതി ഇല്ലാത്ത ഒരാളടുത്ത് പോയിട്ട് നമ്മൾ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അവൻ എന്താ ഉള്ളത്? സർവം കൃഷ്ണാർപ്പണമസ്തു, എല്ലാം കൃഷ്ണനിൽ സമർപ്പിക്കുന്നു എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറും, അല്ലെ? ഈ നമ്മൾ പഠിക്കുന്ന ഓരോ ശാസ്ത്രങ്ങൾക്കും എന്താണ്? ലിമിറ്റ് ഉണ്ട്. പക്ഷെ കൃഷ്ണന്റെ ശാസ്ത്രത്തിന് ഒരിക്കലും അവസാനം ഇല്ല. ശരീരത്തിന്റെ പ്രധാന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പഠിക്കണം, കൃഷ്ണൻ. കൃഷ്ണൻ മാത്രമാണ്. എന്റെ ജീവിതം ഞാൻ കൃഷ്ണന് സമർപ്പിച്ചു.
ഇനി എനിക്ക് ഒരാവശ്യങ്ങളും ഇല്ല. കൃഷ്ണൻ കൂടെ ഉണ്ടോ, ലക്ഷ്മി വന്നുകൊണ്ടേയിരിക്കും. ലക്ഷ്മിയുടെ പിന്നാലെ പോണുണ്ടോ, ലക്ഷ്മി ഓടിക്കൊണ്ടേയിരിക്കും. കൃഷ്ണനും ഇല്ല, ലക്ഷ്മി ഇല്ല. അതേസമയം കൃഷ്ണന്റെ പിന്നാലെ പോണുണ്ടോ, ലക്ഷ്മി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്, ഈ ഭൂമിയിൽ, ഈ ഭൗതികതയിൽ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഭഗവാൻ നമുക്ക് നൽകും. ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ ശരീരത്തിന് വിലയുള്ളൂ, അല്ലെ? ആത്മാവില്ലെങ്കിൽ ശരീരത്തിന് ഒരു വിലയില്ല. എന്താ പറയാ, ശരീരം ശവമായി, അല്ലെ? സത്യമല്ലേ? ബോഡിയായി. അതുവരെ പേര് വിളിച്ചുകൊണ്ടിരുന്നു, പിന്നെന്താ, ശവം എന്ന് വിളിക്കും. അതെന്തുകൊണ്ടാണ്? പ്രധാനമായിട്ട് ആത്മാവ് എന്ന് പറയുന്നത് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മാവ് എന്ന് നമ്മൾ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്തിനെ ആയിരിക്കണം? കൃഷ്ണനെ ആയിരിക്കണം. കൃഷ്ണൻ മാറിയാൽ മാത്രമേ നമുക്കെല്ലാം നഷ്ടപ്പെടൂ. കൃഷ്ണൻ കൂടെ ഉണ്ടോ, നമുക്കെല്ലാം ഉണ്ട്. എങ്കിലും സർവ്വപ്രധാനമായിരിക്കുന്ന ആത്മാവിനെ കണക്കിലെടുക്കാതെ ജനങ്ങൾ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരീരമാണ് ജനങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ്. പക്ഷേ നമ്മൾ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിലും ആത്മാവിന് ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, ഒന്നും വേണ്ട. ശരീരത്തിനാണ് ഇതെല്ലാം വേണ്ടത്. ഈ ശരീരത്തെയാണ് ജീവിപ്പിക്കുന്നതും ഈ ശരീരത്തെയാണ് നശിപ്പിച്ച് ശവമാക്കി കത്തിച്ചു കളയുന്നതും. ഈ ശരീരത്തോടാണ് വൈരാഗ്യം, അല്ലെ? അവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോട് നമുക്ക് വൈരാഗ്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ആ ആത്മാവ് പരമാത്മാവിനോട് കൂടി യോഗം ചെയ്തിരിക്കുന്നിടത്തോളം കാലം പരമാത്മാവിനെ വന്ദിക്കുക, ആത്മാവിനെ അറിയുക. ശരീരം എന്ന് പറയുന്നതിനെ അങ്ങോട്ട് വിട്ടേക്കൂ. ശരീരം ബാക്കി പിന്നെ മൂന്നാമത്തെ സ്ഥാനമാണ്. ഈ ആത്മാവും പരമാത്മാവും നമ്മൾ മനസ്സിലാക്കിയാൽ ശരീരം പുഷ്ടിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം മുതല് ആത്മാവിന്റെ പ്രാധാന്യം നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? ശരീരം നശിക്കുമെന്നും ആത്മാവിന് നാശമില്ല എന്നും ഭഗവാൻ ഈ ഗീത തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ പഠിപ്പിക്കുന്നത്? അന്തവന്ത ഇമേ ദേഹ നിത്യസ്തോക്ത ശരീരിണേ എന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വിഭിന്നമാണ്. സ്വഭാവേന ശാശ്വതനും നാശരഹിതനും മാറ്റമില്ലാത്തവനുമാണെന്ന അറിവ് രഹസ്യജ്ഞാനമാണ്. ആത്മാവെന്ന് പറയുന്നത് മാറ്റമില്ല, ഒരിക്കലും നശിക്കില്ല. എന്നാൽ ജീവാത്മാവാണ് നശിക്കാത്തത്. ശരീരം ഉറപ്പായിട്ടും നശിക്കുമെന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ആത്മാവിനെ കുറിച്ചുള്ള ഒരു വാസ്തവമായിരിക്കുന്ന ഒരു അറിവ് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടും നമ്മുടെ ഹൃദയത്തിൽ കയറുന്നില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിഭിന്നമാണ്. ആത്മാവും ശരീരവും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല. അത് ദേഹം ഉപേക്ഷിച്ച ശേഷം, നമ്മുടെ ശരീരം കത്തിച്ചു കഴിഞ്ഞ് നമ്മളെ ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശേഷം ശൂന്യതയിൽ തന്നെ വ്യക്തിത്വമില്ലാതെ നിലനിന്ന് പോരുമെന്നും ചിലർ വിശ്വസിക്കുന്നു. ചില ആൾക്കാർ പറയും ശരീരം പോയാലും ആത്മാവ് ഇങ്ങനെ അവിടെ ഇവിടെ അലഞ്ഞു നടക്കുമെന്ന്. അതിലൊന്നും കഴമ്പില്ല. എന്നാൽ സത്യം അതല്ല. പിന്നെന്താണ്? ശരീരത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്ന ആത്മാവ് നമ്മുടെ ഉള്ളില് വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഈ ആത്മാവ് നമ്മുടെ ശരീരം മരണശേഷം, നമ്മുടെ ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം നിഷ്ക്രിയനാവുന്നത് എങ്ങനെയാണ് നമ്മുടെ ആത്മാവ് നിഷ്ക്രിയനാകുന്നത്, പുറത്തു വരുന്നത്? അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അലയാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ ആത്മാക്കളെ കൊണ്ട് നിറയണ്ടേ? അപ്പോ ശാശ്വതമായിരിക്കുന്ന ഒന്നിന്റെ പ്രവർത്തനവും ശാശ്വതമായതത്രേ. ശാശ്വതമായിരിക്കുന്നത് എന്താണ്? ആത്മാവ്. ആ ശാശ്വതമായിരിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനങ്ങളും ശാശ്വതമാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാലോ. ആധ്യാത്മിക ലോകത്തിലുള്ള അതിന്റെ പ്രവർത്തനം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമാത്മാവ് എന്ന് പറയുന്നത് ജീവാത്മാവുമായിട്ട് വളരെ കണക്ട് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് ശാശ്വതമാണ്, എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളും എപ്പോഴും ഉള്ളതാണ്. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഏറ്റവും രഹസ്യമായിരിക്കുന്ന ഒരു സൈഡാണത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ജ്ഞാനത്തിന്റെ അതീവ രഹസ്യമായിരിക്കുന്ന ഭാഗമാണ്. അതുപോലെ രാജവിദ്യയുമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയമില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാം. സർവകർമ്മങ്ങളുടെയും അത്യന്തം ശുദ്ധീകൃതമായിരിക്കുന്ന രൂപമാണ് ഈ ജ്ഞാനം. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. തുടരെ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷ്കർമ്മമാണ്, അല്ലെ? നമ്മൾ എപ്പോഴും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദുഷ്കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്മപുരാണത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ഫലോദീഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവൻ പല ഘട്ടങ്ങളിലും പലവിധം ദുഷ്പ്രതികരണങ്ങളിലും കുടുങ്ങിയേക്കാം. പത്മപുരാണത്തിൽ കൃത്യമായി പറയുന്നു, നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ തെറ്റുകൾ ചെയ്യുന്തോറും അത് ദുഷ്കർമ്മത്തിന്റെ ഗണത്തിലേക്കാണ് പെടുന്നത്. അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? വീണ്ടും ഈ ഭൂമിയിൽ വന്ന് ജനിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ജനിച്ച് അവസാനം നമ്മൾ ഭയങ്കരമായിരിക്കുന്ന ദുഷ്പ്രവർത്തികളിലൊക്കെ പെട്ട് നമ്മുടെ ആത്മാവ് വളരെയധികം നശിച്ചു പോകും. ഒരിക്കലും നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അനേക കോടി ജന്മങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. ഈ കാണുന്ന മലത്തിലെ പുഴുവായിട്ട് മുതൽ എല്ലാ ജന്മങ്ങളും എടുത്തിട്ടായിരിക്കും ഒരു ജന്മത്തിൽ ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. ആ ജന്മത്തിലും ഭഗവാനെ നമ്മൾ നിരാകരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ജനിക്കുന്നത്? എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? മരണത്തിന് പോലും നമ്മളെ വേണ്ടാതെ ഈ ഭൂമിയിൽ ഇട്ടേക്കും. ഒരു വൃക്ഷത്തിന്റെ വിത്ത്, നമ്മളിപ്പോ ഒരു ചെടിയുടെ വിത്ത് കൊണ്ടിട്ട് നമ്മൾ പാകുകയാണെങ്കിൽ ഉടനെ തന്നെ അതിൽ നിന്ന് വൃക്ഷം വരുമോ? ഒരിക്കലും വരില്ല. അതിന് കുറച്ച് സമയം വേണം, അല്ലെ? ആ ചെടി വളർന്ന്
ഒരു വൻ വൃക്ഷമാവണമെങ്കിൽ കുറച്ച് സമയം വേണം. ആദ്യം അതൊരു ചെറിയൊരു തൈയായിട്ട് ഇങ്ങനെ നിൽക്കും, ഒരു കുഞ്ഞു ചെടിയായിട്ട് നിൽക്കും. പിന്നീട് അത് വലിയൊരു വൃക്ഷമാവും, അതിൽ നിന്ന് പൂക്കൾ വരും, കായ്ക്കും. അങ്ങനെ ആ വൃക്ഷം ആരാണോ നട്ടു വളർത്തിയിരിക്കുന്നത് അവർക്ക് പൂക്കളും കായ്കളും ഒക്കെ കിട്ടും. അങ്ങനെ തന്നെ ഒരാൾ ചെയ്യുന്ന പാപത്തിന്റെ കർമ്മവും, ആരാണോ തെറ്റ് ചെയ്യുന്നത് ആ തെറ്റ് ഒരു കുഞ്ഞു തെറ്റായിട്ട് നിൽക്കും. പിന്നെ അതിങ്ങനെ കൂടി 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 ഒരു വലിയ തെറ്റായി മാറി അവസാനം എന്തായി? ആ തെറ്റ് ചെയ്ത വ്യക്തി ഉറപ്പായിട്ടും ആ തെറ്റിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇതാണ് പാപകർമ്മം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ പാപകർമ്മം ചെയ്യുന്നത് നിർത്തിയേക്കെങ്കിലും അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കാലതാമസം ഉണ്ടാവും. ഒരു വ്യക്തി ഒരുപാട് തെറ്റ് ചെയ്തിട്ട് ആ തെറ്റൊക്കെ നിർത്തിക്കഴിഞ്ഞാലും ആ ചെയ്ത തെറ്റുകൾ അറിയാതെ ചെയ്തത് അതെല്ലാം ഭഗവാൻ ക്ഷമിക്കും. ഒരിക്കലുമില്ല, കർമ്മം അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ കർമ്മഫലം ആ വ്യക്തി അനുഭവിച്ചിട്ടേ പോകൂ. അനുഭവിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ബീജരൂപേണയുള്ള പാപങ്ങളുണ്ട്, ഫലം അത് തന്നെ കിട്ടും. നമ്മളൊരു കുഞ്ഞു തെറ്റ് ചെയ്താൽ പോലും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. ആ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ. ഈ ഭൂമിയിൽ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയും. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ആരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല, എല്ലാവർക്കും സഹായം ചെയ്തു, എന്നിട്ടും ഞാൻ അനുഭവിക്കുന്നു പ്രീവിയസ് ബർത്ത്, കഴിഞ്ഞു പോയ ജന്മങ്ങള്. ആ ജന്മങ്ങളിൽ കാട്ടിക്കൂട്ടിയ ചെറുതും വലുതുമായിരിക്കുന്ന തെറ്റുകളുടെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. എങ്കിലും ഈ ജന്മത്തിൽ ഭഗവാനെ അറിയുന്നത് കൊണ്ട്, അദ്ദേഹത്തിന് നമ്മൾ അടിമപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ഭഗവാൻ മരുഭൂമിയിൽ ഒരു മഴ എന്ന പോലെ നമുക്കൊരു സങ്കേതം തരുന്നു, ഒരു കൈത്താങ് തരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അനുഭവിക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തില് 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ പാപകർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം തീർന്ന ശേഷമാണ് സത്കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലെ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഭഗവത് സേവനത്തിൽ മുഴുകുന്നത്. പാപകർമ്മങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി അതെല്ലാം വിട്ടിട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് വരും. അഥവാ ഭക്ത സേവനത്തിന് നിരതനായ ഒരാൾ സർവകർമ്മങ്ങളിൽ നിന്നും കർമ്മഫലങ്ങളിൽ നിന്നും മോചിക്കപ്പെടും. ഭഗവാന്റെ കാര്യങ്ങളില് ഭഗവാന്റെ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ മുഴുകിക്കഴിഞ്ഞാല് നമുക്ക് എന്താ സംഭവിക്കുക? ഉറപ്പായിട്ടും നമുക്ക് ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം കിട്ടും. അങ്ങനെ ഒരു ആത്മബന്ധം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് ലഭിക്കും? കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അഥവാ ഭഗവാന്റെ സേവനം മനസ്സിലാക്കി കഴിഞ്ഞാൽ കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ പ്രസ്താവനയില് പത്മപുരാണത്തിൽ ഒരു ശ്ലോകമുണ്ട്. എന്താണെന്നറിയാമോ? അപ്രാരാബ്ധ ഫലം പാപം കൂടം ബീജം ഫലോന്മുഖം ക്രമേണ പ്രലീയേധേ വിഷ്ണു ഭക്തി നിരാത്മനാം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരുടെ പാപഫലങ്ങൾ പാപഫല അവസ്ഥയിൽ ഇരുന്നാലും അങ്കുരാവസ്ഥയിൽ ഇരുന്നാലും ക്രമേണ നാശമടയുന്നു. ഭഗവാന്റെ സേവനത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ എത്ര വലിയ കർമ്മഫലങ്ങളാണെങ്കിലും ഭഗവാൻ അത് തീർത്തു തരും. ഭഗവാൻ അത് പോട്ടെ എന്ന് വിചാരിക്കും. കാരണം എന്താ? ഭക്തി എന്ന് പറയുന്ന രണ്ടക്ഷരം അവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, കൃഷ്ണാവബോധം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയും ഭഗവാനുമായി കണക്റ്റായി. ഭഗവാന്റെ ഭക്തർക്ക് ഒരിക്കലും നാശമില്ല, അവൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ദുഃഖം അനുഭവിക്കാൻ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഞാൻ ഇനിയും കൃഷ്ണാവബോധത്തിൽ ഉയരണം, ഞാൻ ഇനിയും ഭഗവാനിലേക്ക് ഉയരണം. അപ്പോഴാണ് എന്റെ ഈ ദുരിത ഫലങ്ങളെല്ലാം തീരുന്നത് എന്ന് മനസ്സിലാക്കണം. ഭക്തിഭരിതമായിരിക്കുന്ന സേവനത്തിന്റെ ശുദ്ധീകരണ ശക്തി എന്ന് പറയുന്നത് അത്രയും ശക്തമാണ്. നമ്മൾ തന്നെ ശുദ്ധീകരിക്കണം. ഭക്തി കൊണ്ട്, കൃഷ്ണാവബോധം കൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. അതിനെ പവിത്രം ഉത്തമം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് എന്താ പറയുന്നത്? പവിത്രം ഉത്തമം എന്നാണ് നമ്മൾ പറയേണ്ടത്. ഉത്തമം എന്നാൽ അതീന്ദ്രിയം, ഭഗവാന്റെ അതീന്ദ്രിയ ജ്ഞാനത്തെയാണ് നമ്മൾ ഉത്തമം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തെയും അന്ധകാരത്തെയും സൂചിപ്പിക്കുന്ന വാക്കാണ് തമസ്. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഈ ലോകത്തിനെയും അതുപോലെ അന്ധകാരം, നമ്മളുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയുമാണ് നമ്മൾ തമസ് എന്ന് പറയുന്നത്. ഉത്തമം എന്നാൽ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് അതീതം എന്നർത്ഥം. അതായത് ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾക്കും മേലെയാണ് ഉത്തമം ഇരിക്കുന്നത്. ഭക്തന്മാർ ചിലപ്പോൾ സാധാരണ ജനങ്ങളെ പോലെ സാധാരണ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നാം. എന്നാൽ ഭക്തിപരമായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളെയും ഒരിക്കലും ഭൗതിക പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ഭൗതികമായിട്ട് നമ്മൾ ഈ ഭഗവാന്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അതൊരിക്കലും ഭൗതിക പ്രവർത്തനങ്ങളല്ല. ഭഗവത് സേവനം കണ്ടുപോരുന്നവർക്കും ശീലിച്ചു പോരുന്നവർക്കും അതറിയാം, അല്ലെ? ഇപ്പൊ
ഇപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യും, ഇപ്പൊ ഞാൻ ഷൂട്ടിന് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് ഗീതം ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരോട് ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ഏകാദശിയെ കുറിച്ച് പറയുന്നത്, ഇതൊക്കെ ഭഗവാന്റെ സേവനമാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ എത്തുന്നു, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ലക്ഷ്യം മാത്രം മുന്നോട്ട് വെച്ച് നമ്മൾ പോണില്ല. അവിടെ നമ്മൾ 50-50 ആണ്. നമ്മളിവിടെ നമ്മുടെ ജോലിയും ചെയ്യുന്നു, ഒപ്പം കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ നന്നായിട്ടിരിക്കുന്നു, അത് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അത് ഭൗതിക പ്രവർത്തനമല്ലെന്ന് ഭക്തിഭരിതങ്ങളും ആധ്യാത്മികവുമായിരിക്കുന്ന അത്തരം കർമ്മങ്ങൾ ത്രിഗുണങ്ങളാൽ മലിനീകരിക്കപ്പെടുന്നവയാണ്. മനസ്സിലായില്ലേ? നേരിട്ട് തന്നെ ഫലങ്ങളുണ്ട്. അതിന്റെ ഫലങ്ങളെല്ലാം നമുക്ക് നേരിട്ട് വരും. ദൃശ്യമാകാത്ത വിധം അത്രയും കുറ്റമറ്റതാണ് ഭക്തിയുത സേവനം. ഒരിക്കലും ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റമായിട്ട് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്ത് സേവനം ചെയ്യുമ്പോഴും അത് കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഭക്തിയുത സേവനമാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതും പ്രായോഗികമായി അനുഭവിച്ചിട്ടുമുള്ളതാണ് ഈ ഫലങ്ങൾ, അല്ലെ? നമ്മളെല്ലാവരും ഭഗവാന്റെ സേവനം ഓരോന്ന് ചെയ്യുമ്പോഴും ഭഗവാൻ നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് തീർത്ത് തരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? നാമാപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് 16 നാമാപരാധങ്ങളുണ്ട്, അല്ലേ? 16 നാമാപരാധങ്ങളും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതീന്ദ്രിയമായിരിക്കുന്ന ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ നാമാപരാധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭൗതിക മാലിന്യങ്ങൾ വേഗത്തിൽ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ നാമാപരാധങ്ങൾ പാലിച്ചു കഴിഞ്ഞ് നമ്മൾ ആ 16 നാമാപരാധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നാമാപരാധങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ പ്രാർത്ഥിച്ച് ഹരേ കൃഷ്ണ ചൊല്ലണം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും വെറുതെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ചൊല്ലിയതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഭഗവാൻ എല്ലാം തരും, അങ്ങനെ ചിന്തിക്കരുത്. നാമാപരാധങ്ങൾ പഠിക്കണം നമ്മൾ ആദ്യം. അത് പഠിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഭഗവാന്റെ കൃപാകടാക്ഷം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ജീവിതത്തിൽ ഒരു നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നതും നമ്മുടെ ജീവിതത്തിനൊരു കൃഷ്ണാവബോധമായിരിക്കുന്ന ഒരു ഐക്യം വരുന്നതും. ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കുന്നതിന് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തന്മാരെ നിന്ദിക്കരുത്. ഒന്നാമത്തെ തെറ്റ്. മനസ്സിലായോ? നമ്മള് ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന വ്യക്തികൾ ആരും ആയിക്കോട്ടെ, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യരുത്? നിന്ദിക്കാൻ പാടില്ല. ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. രണ്ടാമത്തെ തെറ്റെന്താ? ദേവന്മാരായിരിക്കുന്ന ബ്രഹ്മദേവൻ, മഹാദേവൻ, ഇവരെ ഭഗവാൻ വിഷ്ണുവിന്റെ തിരുനാമത്തോട് തുല്യമായിട്ടോ സ്വതന്ത്രമായിട്ടോ ചിന്തിക്കാം. ബ്രഹ്മദേവനെയും മഹാദേവനെയൊക്കെ ഭഗവാന്റെ നാമത്തിനോട് തുല്യമായിട്ട് കാണുക, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. ആധ്യാത്മിക ഗുരുവിന്റെ കൽപ്പനകളെ നമ്മൾ ലംഘിക്കാൻ പാടില്ല. വൈദിക സാഹിത്യത്തെയോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹിത്യങ്ങളെയോ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. നിന്ദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മഹാമന്ത്രത്തിന്റെ മഹത്വത്തെ സാങ്കല്പികമാണെന്ന് കരുതുക, അത് തെറ്റാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറഞ്ഞാൽ പവർഫുൾ മന്ത്രമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. ഭഗവാന്റെ തിരുനാമം ഭൗതിക രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. ഭൗതികമായിരിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ പാട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ, അതൊന്നും പാടില്ല. വളരെ വിശുദ്ധിയോടുകൂടി വളരെ ബഹുമാനത്തോടു കൂടി വേണം ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ പറയാനും ചെയ്യാനും. അത് വെറുതെ ഒന്നും പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. ഭഗവാന്റെ തിരുനാമത്തിന്റെ ഫലത്തിൽ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല. വേദ സാഹിത്യത്തിലെ കർമ്മകാണ്ഡങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു മംഗളകരമായിരിക്കുന്ന ധാർമ്മിക കർമ്മമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് കരുതാൻ പാടില്ല. ഭഗവാന്റെ തിരുനാമ മഹിമകളെ കുറിച്ച് അവിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിയെ പോയി ഉപദേശിക്കാൻ പാടില്ല. ഭഗവാന്റെ നാമം എന്താണ് എന്നുള്ളത് അറിയാത്ത ഒരാളെടുത്ത് പോയിട്ട് ഭഗവാനെ കുറിച്ച് പറയുന്നത് വേസ്റ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ദിവ്യനാമ മാഹാത്മ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും പൂർണ്ണ വിശ്വാസമില്ലാതെ വീണ്ടും ഭൗതിക ആസക്തി വെച്ചു പുലർത്തി കഴിഞ്ഞിട്ടും അശ്രദ്ധമായി നാമം ജപിച്ചാലും അത് അപരാധമാണ്. ഒരിക്കലും ഭഗവാന്റെ നാമം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ ഭൗതിക ലോകത്ത് നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, വിട്ടേക്കണം. നമുക്ക് കൂടുതൽ ഭൗതികമായിരിക്കുന്ന ഒരു അട്രാക്ഷൻ ഇല്ല. നമസ്തേ ബിജുട. അട്രാക്ഷൻ ഇല്ല. നമുക്ക് ഭൗതികതയിൽ ജീവിച്ചാലും ഭഗവാൻ അൾട്ടിമേറ്റ് എന്ന ബോധത്തോടെ നമ്മൾ ജീവിക്കണം. മനസ്സിലായല്ലോ? ഒരു വൈഷ്ണവനായി ജീവിക്കുന്ന ഒരു വ്യക്തി കൃഷ്ണപ്രേമമാകുന്ന ആധ്യാത്മിക ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഇത്തരം അപരാധങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഇതുപോലെയുള്ള അപരാധങ്ങൾ ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനുമായിട്ട് ഒരു വലിയ ആത്മബന്ധം നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക്
നാമാപരാധങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഈ നാമാപരാധങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് ലഭിക്കുന്നത്? ആധ്യാത്മിക ലോകത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ്. ഇങ്ങനെ നാമോച്ചാരണവും ശ്രവണവും മാത്രമല്ല, പിന്നെയോ ഭക്തിപരമായിരിക്കുന്ന സേവനത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചിട്ട് അത് നിർവഹിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനത്തിന് സഹായിക്കുന്നു എങ്കിൽ ആധ്യാത്മികമായ ഉത്കൃഷ്ടം ആ ഭക്തൻ അനുഭവപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാന്റെ പ്രചരണത്തിന് സഹായിക്കുന്നവരാണ്. അവർ ഒരു തരത്തിലും മാറി നിൽക്കില്ല, ഒന്നും പറഞ്ഞ് മാറി നിൽക്കില്ല. ഏത് തിരക്കിനിടയിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ആ കാര്യം അവർ ചെയ്യും. അവർ കൃത്യമായി ലൈവിന്റെ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടരും. നിങ്ങൾ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും റെസ്പോണ്ട് ചെയ്യും. അതുപോലെ ഉച്ചപൂജ അലങ്കാരം, പ്രഭാത മഞ്ജരി, ക്ഷേത്ര ദർശനം, ജ്ഞാനമഞ്ജരി, ആയുർമഞ്ജരി, ഇങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഭക്തിപരമായിരിക്കുന്ന സേവനത്തിന്റെ സന്ദേശം, നമ്മുടെ ഈ മഞ്ജരീസിന്റെ ഭക്തിപരമായിരിക്കുന്ന സേവനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ഒപ്പം തന്നെ അത് നിർവഹിച്ചിട്ട് കൃഷ്ണാവബോധ പ്രവർത്തനത്തിന് സഹായിക്കുന്നു എങ്കിൽ, നമ്മുടെ മഞ്ജരീസിലൂടെയുള്ള കൃഷ്ണാവബോധ പ്രചരണത്തിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നന്നായി സഹായിക്കുന്നുണ്ട്. അവര് സഹായിക്കുന്നു എങ്കിൽ ക്രമേണ മെല്ലെ ആധ്യാത്മികമായിരിക്കുന്ന ഉത്കർഷം, ആ ഉത്കർഷം അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഭഗവാന്റെ സേവനം അവർ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഏകാദശിയൊക്കെ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു, ആ ഗാനമഞ്ജരി പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഭഗവാന്റെ സേവനത്തിന് സഹായം ചെയ്യാണ് അവര്. എത്ര തിരക്കുണ്ടെങ്കിലും അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ഉയരുകയും ഒപ്പം തന്നെ ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. മുൻകാല വിദ്യാഭ്യാസമോ അല്ലെ യോഗ്യതകളോ ഒന്നുമല്ല ഇതിന് അടിസ്ഥാനം. പിന്നെയോ ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന് നമുക്ക് വലിയൊരു മനസ്സാണ്. പവിത്രമായിരിക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് മനുഷ്യന് പരിശുദ്ധി ലഭിക്കും. അത്രമാത്രം കുറ്റമറ്റതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് മനുഷ്യന് പരിശുദ്ധി ലഭിക്കുന്ന കുറ്റമറ്റൊരു പ്രവൃത്തിയാണ്. വേദാന്ത സൂത്രത്തിൽ പറയുന്നുണ്ട്, പ്രകാശച്ച കർമ്മണ്യഭ്യാസാത് എന്ന് പറയുന്നത് എന്താണ്? പ്രതാപവത്താണ് ഭഗവത് സേവനം. ഭഗവാന്റെ സേവനം എന്ന് പറയുന്നത് പ്രതാപം നിലനിർത്തുന്നതാണ്. അത് അനുഷ്ഠിക്കാത്തത് കൊണ്ട് തന്നെ ജ്ഞാനം സിദ്ധിക്കില്ല. അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജ്ഞാനം സിദ്ധിക്കും, നിശ്ചയമാണ്. നാരദ മഹർഷിയുടെ പൂർവ്വജന്മം എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഒരു വേലക്കാരിയുടെ മകനായിരുന്നു നാരദ മഹർഷി, ഒരു സർവന്റിന്റെ മോനായിരുന്നു പൂർവ്വജന്മത്തിൽ. അദ്ദേഹം എന്താണ്? കുലോ മഹിമയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. അമ്മയാണെങ്കിലോ പരമമായിരിക്കുന്ന ഭക്തന്മാരുടെ സേവനത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കും. പൂർവ്വജന്മത്തില് നാരദനും പോയിട്ട് എന്താ ചെയ്യുക? അവരെ അങ്ങ് സഹായിക്കും. അമ്മ ഭക്തന്മാരെ സേവിക്കാൻ, അവരെ കൃഷ്ണാവബോധത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ പോയപ്പോ ഈ വേലക്കാരിയുടെ മകനായിരിക്കുന്ന നാരദ മഹർഷിയുടെ പൂർവ്വജന്മവും പോയിട്ട് അമ്മയെ സഹായിക്കും. ചിലപ്പോ അമ്മ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഈ ഭക്തന്മാരെ സഹായിക്കുകയും ചെയ്യും, അവരെ പരിചരിക്കുകയും ചെയ്യും. അങ്ങനെ നാരദ മുനിയുടെ ആ ഒരു ജന്മം കൊണ്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹം പരമഭക്തനായി മാറുകയാണ്. ഭക്തന്മാരെ സേവിച്ച് പരമഭക്തനായിട്ട് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായി ഭഗവാൻ മാറുന്നു. അതിൽ നാരദ മുനി പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്. എന്താണ്? ഉച്ഛിഷ്ടേലാഭാനുമിതോദോ ദുജൈ സംസ്കൃതൈസ്തേ ബുജ്ഞേ തദ പാസ്താകിൽബിഷ ഏവം പ്രവൃത്യസ്യ വിദുഷ്യ തേജസ് തത്തർമ്മ ഏവാത്രുജി മഹാപ്രജായതേ എന്ന് പറയുന്നുണ്ട്. ഈ ശ്ലോകത്തില് നാരദൻ ശിഷ്യനായ വ്യാസദേവന് തന്റെ പൂർവ്വജന്മ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ബാല്യകാലത്തില് ഒരിക്കല് എന്താ നാരദമുനി പറഞ്ഞു കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ബാല്യകാലത്തില് ഒരു ദിവസം ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ഭക്തന്മാരെ അദ്ദേഹം പരിചരിച്ചു. നാരദമുനി പരിചരിച്ചു. അങ്ങനെ അവരുമായിട്ട്, ആ ഭക്തന്മാരുമായിട്ട് ഇടപെടാൻ നാരദമുനിക്ക് ഒരു അവസരം ഉണ്ടായി. പാത്രം കഴുകുന്നതിന് മുൻപേ തന്നെ അവരുടെ ഉച്ഛിഷ്ടം അനുമതിയോടുകൂടി എടുത്തു കഴിച്ചു. ഈ ഭക്തന്മാര് കഴിച്ചതിന്റെ ബാലൻസ് പാത്രം കഴുകുന്നതിനേക്കാൾ മുൻപേ നാരദമുനി എടുത്ത് ഭക്ഷിച്ചു. ഇപ്രകാരം തുടർന്നപ്പോ ക്രമേണ അദ്ദേഹം എന്തായി? സർവപാപകർമ്മങ്ങളിൽ നിന്ന് മുക്തനായി വന്നു. എന്നിട്ടോ ആ ഭക്തർഷികളെ പോലെ തന്നെ, ആ ഭക്തന്മാരെ പോലെ തന്നെ നാരദമുനി പരിശുദ്ധനായി തീർന്നു. ശ്രവണ കീർത്തനങ്ങളാൽ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ ആ മഹാഭക്തന്മാർ എപ്പോഴും മുഴുകിയിരിക്കുകയാണ് അല്ലെ. ഭഗവാന്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആ ഭക്തന്മാരെ പോയി നാരദമുനി സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ക്രമേണ നാരദമുനിക്കുള്ളിൽ ഭഗവാനുള്ളൊരു വലിയ ഭക്തി ഇങ്ങനെ വന്നു. അങ്ങനെ വന്ന് 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 എന്തായി? തത്രാനുഹം കൃഷ്ണകഥാ പ്രഘായഥ മനുഗ്രഹേണ ശൃണവം മനോഹര താ ശ്രദ്ധേയന പുതമം വിഷ്ണുത പ്രിയ ശ്രവജ്ഞാ മമാവദൃജി എന്നാ പറയുന്നത്. അതുപോലെ എന്താണ്? ആ ഋഷികളുമായിട്ടുള്ള സമ്പർക്കത്തിൽ, ഭഗവാന്റെ ഭക്തരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കത്തില് ഭഗവാന്റെ മഹിമകൾ പറയാനും കേൾക്കാനും നാരദനിൽ ഒരു അഭിരുചി വളർന്നു, ഒരു ഇഷ്ടം വളർന്നു. ഭക്തിപൂർവം കൃഷ്ണനെ സേവിക്കുന്നതിൽ അദ്ദേഹത്തിന് അതിയായ ഒരു ആഗ്രഹമുണ്ടായി.
പ്രകാശകർമ്മണ്യഭ്യാസാത് വേദാന്ത സൂത്രത്തിൽ പറയുന്നു, ഭക്തിയുത സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നാൽ മാത്രം മതി, എല്ലാം തനിയെ വെളിവായിക്കോളും. ഭഗവാന്റെ സേവനം മാത്രം ചെയ്യൂ, നമുക്ക് എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രത്യക്ഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രത്യക്ഷം എന്ന് പറയുന്നത് ഈ ഭക്തിയുത സേവനത്തെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും മാതാജി, തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. പോരെ? 10:20. ഹാപ്പി? എല്ലാരും ഷെയർ ചെയ്യില്ലേ? ഇനി നാളെ എടുക്കാം. ഇഷ്ടപ്പെട്ടോ 9-ാം അധ്യായം? മനസ്സിലായോ? കമന്റ്സ് ഇടൂ, കമന്റ്സ് ഇടൂ. എന്തായി നമ്മുടെ ക്ലാസ്? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്? ഒമ്പത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. പ്രത്യക്ഷം എന്താണ്, ഉത്തമം എന്താന്ന് മനസ്സിലാക്കി വെക്കുക. നാരദമുനിയുടെ പ്രീവിയസ് ബർത്ത് അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സൂം ക്ലാസ് ആണെങ്കിൽ കുട്ടികൾ കിടന്ന് ബഹളം വയ്ക്കും. സൂം അല്ലല്ലോ, എത്രയും പെട്ടെന്ന് സൂം വയ്ക്കാം. ഹാപ്പി? മതി, അത് കേട്ടാ മതി. നോം തൃപ്തയായി. സൂപ്പർ. പിന്നെ വളരെ ഇഷ്ടമായി മോളെ. താങ്ക് യു അമ്മ. ഇഷ്ടപ്പെട്ടു, മനസ്സിലായി. ഹാപ്പി. പിന്നെ യെസ്, ഹാപ്പി, മനസ്സിലായി, മനസ്സിലായി, ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, നന്നായി മനസ്സിലായി. ഓക്കെ, സന്തോഷമായി. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വാക്കുണ്ടോ? ഇഷ്ടായി, ഇഷ്ടായി നകുലിന്റെ. മനസ്സിലായി, ഇഷ്ടപ്പെട്ടു മാതാജി. ഇപ്പൊ ഫ്രണ്ടിന്റെ വീട്ടില്. ഓക്കെ മാതാജി. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കമന്റ്സ്? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടമായി, മനസ്സിലായി, ഇഷ്ടമായി, മനസ്സിലായി, ഇതല്ലാതെ മറ്റെന്തെങ്കിലും വരുന്നുണ്ടോ? ഞാൻ മൈൻഡ് ചെയ്യാൻ പോണു, എനിക്ക് വിശക്കണം. മനസ്സിലായി മാതാജി. വെരി ഹാപ്പി. കുറച്ച് വ്യത്യസ്തമായി, ഇംഗ്ലീഷിലേക്ക് മാറി. വളരെ മനോഹരം, വളരെ വിലയേറിയ അറിവുകൾ. ഓ ഓ അച്ഛാ, ഇഷ്ടായി. നളിനിയമ്മ, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം സന്തോഷം, സമാധാനം. കാത്തിരുന്ന് കിട്ടിയ ക്ലാസ് ആണ്. പ്രീതമ്മ, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ, ഉപകാരപ്രദമായി. ഓക്കെ അമ്മ. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന വാക്കുകൾ വരട്ടെ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം ക്ലാസ് എടുക്കാൻ, അല്ലേ? അല്ലെങ്കിലും ഇഷ്ടമാണ് ക്ലാസ് എടുക്കാൻ. നമ്മൾ എന്നും ഒരു ഫാമിലി അല്ലേ? രാധേ രാധേ കൃഷ്ണ. ഇഷ്ടപ്പെട്ടു, സൂപ്പർ. പ്രഷ്യസ്, കൃഷ്ണാവബോധം ഒരു വഴികാട്ടി എന്ന ബുക്ക് എവിടെ കിട്ടും മാതാജി? കൃഷ്ണാവബോധം ഒരു വഴികാട്ടി എന്ന ബുക്ക് മഞ്ജരീസിൽ കിട്ടും. ദാ 9342494941 മെസ്സേജ് ചെയ്യും, ഞാൻ അയച്ചുതരാം. ഹാപ്പി, താങ്ക്സ്. എപ്പോഴും ക്ലാസ് എടുക്കും മാതാജി. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും മാക്സിമം എടുക്കാം. വളരെ വളരെ ഇഷ്ടമായി മാതാജി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെ കമന്റ്സ് വായിച്ച് നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല, ഞാനും ഇരുന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. എല്ലാവരും ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യുക, കൃഷ്ണാവബോധത്തോടെ ഇരിക്കുക. താങ്ക്സ് അമ്മ. ഓക്കെ അമ്മ, നന്ദിയൊന്നും പറയല്ലേ അമ്മ, ഇത് എൻ്റെ റെസ്പോൺസിബിൾ അല്ലേ, എൻ്റെ ഉത്തരവാദിത്തമാണമ്മ, ഞാനത് ചെയ്യുന്നു. ആഹാ വിനോദേട്ടാ, നൈസ്. ഓക്കെ അമ്മ, ഓക്കെ ഓക്കെ. हरे कृष्णा, सर्वम कृष्ण अर्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय. जय श्री राधे राधे. ओम श्री मात्रे नमः. ഹരേ കൃഷ്ണ. അയച്ചുതരാം. ആർക്കൊക്കെ കൃഷ്ണാവബോധം വേണോ, ആർക്കൊക്കെ വൈഷ്ണവ ഗീതങ്ങൾ വേണോ, എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും, അയച്ചുതരാം കേട്ടോ. ശുഭരാത്രി. ഹരേ കൃഷ്ണ.